കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടി കർത്തൃപാദപീഠത്തിങ്കിൽ അടുത്തു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി കർത്താവിനെ മഹത്വീകരിപ്പാൻ ഇടയാക്കിയല്ലോ. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഇതര മീഡിയകളിലൂടെ ഇന്നത്തെ വചനദീപ്തി സാക്ഷ്യകൂടാരത്തിലെ സാക്ഷ്യം കേൾക്കുവാൻ താല്പര്യപൂർവ്വം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുകയാണ്. അപ്രകാരം തന്നെ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിലേക്ക് കടന്നു വന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വിജയൻ എൻ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നു. കർത്തദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവ് ഇന്ന് പകൽക്കാലത്തിങ്കൽ നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യട്ടെ. കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹിതമായ സാക്ഷ്യം കേൾക്കുവാൻ നാം ഓരോരുത്തരും വളരെ താല്പര്യപൂർവ്വമായിരിക്കുകയാണ്. കർത്തദാസിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ രാജാവേ, ഈ നല്ലതും വലിയതുമായ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചു. കഴിഞ്ഞ രാത്രി ക്ഷമമായി ഉറങ്ങി പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ, അങ്ങയുടെ മുഖം കണ്ടുണരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു ദിവസം ഞങ്ങൾക്ക് തന്നത് അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായിട്ടായിരിക്കാൻ ഇടയാക്കണമേ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരായി തീരുവാൻ, അവിടുത്തെ നാമത്തെ ഞങ്ങളോട് ഉയർത്തുന്നതായി തീരുവാൻ അവിടുന്ന് ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ വേളയെങ്കിൽ ഞങ്ങളുടെ നടുവിലേക്ക് അയക്കപ്പെട്ട കർത്തൃവൃത്തിനായിട്ട് സ്തോത്രം. തന്റെ അനുഗ്രഹീതമായ സാക്ഷ്യം, ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ, കർത്താവിനെ പിൻപറ്റുവാനും കർത്താവിനെ അറിയുവാനും കർത്താവ് നൽകി കൊടുത്ത നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം. തന്നെ അനുഗ്രഹിച്ചാട്ടെ, തന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയമൂലം കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പ്രഭാതത്തിൽ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. കർത്താവിന്റെ ദാസന് വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറയുകയുണ്ടായി. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു വാക്കിൽ ഒന്ന് പറയാമോ? നിലവിൽ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയമുള്ള സഹോദരി ബീന തോമസ് അവറുകൾ, ഈ ലൈവിലൂടെ പിന്നീട് യൂട്യൂബിലൂടെ കാണുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വീണ്ടും പരിപാലിക്കുന്ന കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. സിസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ പേര് വിജയൻ എന്നാണ്. ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരയ്ക്കടുത്ത് താമസിക്കുന്നു. നിലവിൽ എനിക്ക് ഭാര്യയും 2 ആൺമക്കളുമാണുള്ളത്. ഞാൻ കുടുംബമായി ശുശ്രൂഷ ചെയ്തു വരുന്നു. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ ചോദിച്ചത്. കർത്താവിന്റെ ദാസന്റെ ബാല്യകാല അനുഭവങ്ങൾ, നല്ല സ്മരണകൾ കർത്തനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇന്ന് പറയുവാൻ തക്കവണ്ണം അവസരമുണ്ട്. മാത്രമല്ല, ഈ സുവിശേഷ വേലയിലേക്ക് വിളിക്കപ്പെടുവാനുള്ള കാരണങ്ങൾ, കർത്താവ് വിളിച്ചു വേർതിരിച്ച വിധങ്ങൾ, മാത്രമല്ല എത്രയോ അനുഭവങ്ങൾ ജീവിതത്തിൽ നമ്മുടെ പ്രേക്ഷകരോട് പങ്കിടുവാനുണ്ടല്ലേ. അവർക്കൊക്കെ ഇത് അനുഗ്രഹമായി മാറട്ടെ. ഈ സാക്ഷ്യം അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും മറന്നു പോകരുത്. മാത്രമല്ല, ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നുവെങ്കിൽ, ആമേൻ, ഞാൻ തുടർമാനമായി പറയുന്നത് പോലെ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വരുന്ന കർത്തദാസന്മാരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതാണ് നമുക്ക് ഇന്ന് പകൽക്കാലം ചെയ്യുവാനുള്ളത്. അത് കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി തുടർന്നുള്ള സമയങ്ങൾ കർത്താവിന്റെ ദാസന്റെ അനുഭവ സാക്ഷ്യം പങ്കിടുവാൻ സമയം വേർതിരിക്കുന്നു. കർത്തദാസനെ അതിനായി ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ ചോദിച്ചതുപോലെ ബാല്യകാല സ്മരണകളിൽ നല്ല ഓർമ്മകൾ ഇല്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ ജനിച്ചു വളർന്നൊരു വിശ്വകർമ്മ സമുദായത്തിലാണ്. വിശ്വകർമ്മയിൽ തന്നെ കല്ലനും കൊല്ലനും ആശാരിയും തട്ടാനും മൂശാരിയും ഉണ്ട്. അതിൽ കൊല്ല വിഭാഗത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വളരെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ഒരു 3 സെന്റ് വസ്തുവിനകത്തുള്ള ഒരു കൊച്ചു ഓല വീടാണ്. അപ്പോ വൈകുന്നേരം വരെ പണി ചെയ്താലും പിതാവിന് ഒരു കിട്ടുന്നതിന്റെ 99% മദ്യം വെച്ച് ബാലൻസ് ഉള്ള എന്തെങ്കിലും തുച്ഛമായ പൈസ മാത്രമേ വീട്ടിൽ കൊടുക്കൂ. അതിനെ വെച്ച് പാവം എൻ്റെ അമ്മ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത്
കുടുംബം നടത്തുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ അച്ഛൻ ഒരു ദിവസവും നേരായ ബോധത്തോടെ വന്നതായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. പിതാവ് വന്നാൽ ഉടനെ ഞങ്ങൾ ഈ പകുതി വേഗമായ സാധനങ്ങളും ഇതൊക്കെ എടുത്ത് ഒളിച്ച് തൊട്ടടുത്തുള്ള പുരയിടത്തിൽ ഒളിച്ചിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവം. അങ്ങനെ മദ്യപാനത്തിന്റെ ആസക്തി ശക്തമായി. ചേട്ടന് 10-18 വയസ്സുണ്ട്, എനിക്ക് 11 വയസ്സുണ്ട്. അനുജന് 3 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് മദ്യപിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിന്റെ മുമ്പിലുള്ള ഒരു കിണറിൽ വീണ് എൻ്റെ പിതാവ് മരിക്കപ്പെടാനിടയായി. അപ്പൊ 11 വയസ്സ് മുതൽ വീട്ടിന്റെ പ്രാരാബ്ദങ്ങളെല്ലാം ഞാനാണ് ഏറ്റെടുക്കേണ്ടി വന്നത്. അങ്ങനെയാണ് എൻ്റെ ബാല്യകാലം എന്ന് പറയപ്പെടുന്നത്. പഠന സമയത്തൊക്കെ തന്നെ പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നെങ്കിലും പക്ഷെ പഠിക്കുവാനുള്ള ബുക്കോ പുസ്തകമോ അതിൻ്റെ കാര്യാദികളൊന്നും ഇല്ലാതെ വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ പഠിക്കാൻ ഇടയായത്. സ്നേഹനിധികളായ 1-2 അധ്യാപകർ ആ കാലത്ത് എൻ്റെ ബുദ്ധിമുട്ട് കണ്ട് എനിക്ക് ഭക്ഷിപ്പാനുള്ളത് തരിക. അന്നത്തെ പോലത്തെ സ്കൂളുകളിൽ നിന്ന് ചോറുണ്ട്, കഞ്ഞിയുണ്ട്, വാരി കൊടുക്കാൻ അധ്യാപകരുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയൊന്നുമില്ല, അത്രയുടെ ഇല്ലായ്മയുടെ കാലം. അപ്പോൾ പഠിപ്പിച്ചിരുന്ന ചില അധ്യാപകർ എന്നെ മനസ്സിലാക്കുകയും അവരെനിക്ക് വേണ്ടുന്ന അത്യാവശ്യം കാര്യങ്ങൾ ബുക്കും പുസ്തകവും വാങ്ങി തരികയും ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ പലരുടെയും ഔദാര്യദാനമാണ് എൻ്റെ വിദ്യാഭ്യാസം. അതാണ് എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാനൊരു സജീവ ഹൈന്ദവ വിശ്വാസത്തിന്റെ സ്ട്രോങ്ങസ്റ്റ് അതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വിശ്വാസിയായിരുന്നു. ക്രിസ്ത്യാനികളെ കാണുന്നത് അലർജിയായിരുന്നു. അവരെ ഇന്ത്യയിൽ നിന്ന് എല്ലാവരെയും ഓടിക്കണം, അവരെല്ലാം ഇവിടുന്ന് വെളിയിലാക്കണം, പിന്നെ അവരെ മിച്ചമുണ്ടെങ്കിൽ ബാലൻസ് ലണ്ടനിൽ അയക്കണം. അത് തന്നെയാണ് മുസ്ലിങ്ങളും. ഞങ്ങൾ മാത്രം മതി എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പൂജാരിയായി മാറണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പൊ ചെറിയ കാലം മുതൽ തന്നെ ശബരിമല, ആറ്റുകാൽ ക്ഷേത്രം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിത്യമായ ഒരു വിസിറ്ററായിരുന്നു ഞാൻ. പക്ഷേ അതൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചെങ്കിലും എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല. യശയാപ്രവചനത്തിൽ പറയുന്നത് പോലെ ഞാൻ അറിയാത്ത രാജ്യത്തോടും ജാതിയോടും ഞാനിതാ എന്ന് പറയുന്നു എന്നതുപോലെ ഞാൻ അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നെ കർത്താവ് വിളിച്ച് വേർതിരിക്കുവാനും കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ ആയിരിക്കാനും കർത്താവിനെ സഹായിച്ചു. കുടുംബമായി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ ആയിരിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് ബാല്യകാലത്തിന്റെ പ്രധാനപ്പെട്ട സ്മരണകൾ. ഒരു ക്രൈസ്തവ വിരോധി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? തീർച്ചയായും. എന്തുകൊണ്ടാണ് പാസ്റ്ററുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുവാനായിട്ടുള്ള ഒരു ചിന്ത അങ്ങനെ ഉണരുവാനുള്ള കാരണം? അതിന്റെ പിൻപിൽ എന്തെങ്കിലും കാരണങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നു. ഗാന്ധിജി പറഞ്ഞ പോലെ ഐ ഹേറ്റ് ക്രിസ്ത്യൻസ് നോട്ട് ക്രൈസ്റ്റ്. അപ്പോ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നല്ല സ്മരണകൾ അംഗീകരിക്കുമ്പോൾ തന്നെ അത് പ്രാവർത്തികമാക്കുന്ന ക്രൈസ്തവരായ ചുറ്റുവട്ടത്തുള്ളവരുടെ ജീവിതത്തിൽ നിന്നും അങ്ങനെ ഒരു മാതൃക കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ക്രിസ്തീയ വിരോധം ഉണ്ടായത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നല്ലോ, ഔവണ്ണം തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. യാക്കോബ് ലേഖനത്തിന്റെ 1-ാം അധ്യായം അവസാന വാക്യം പറയുന്നത് എന്താണ്? നിർവ്യാജമായ ഭക്തിയോ എളിയവനെയും അനാഥനെയും അവിടെ കഷ്ടങ്ങളിൽ ചെന്ന് കാണുന്നതും ഈ ലോകത്തിന്റെ പാപം പറ്റാതെ സ്വയം സൂക്ഷിക്കുന്നതുമാണ് നിർവ്യാജ ഭക്തി. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞത്, പഠിക്കുന്ന കാലത്ത് എൻ്റെ മാതാവ് മറ്റ് വീടുകളിലൊക്കെ ജോലി ചെയ്തിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പൊ അമ്മ പരിചയമില്ലാത്ത വീട്ടു ജോലിക്ക് പോകും. പിന്നെ ഈ ഓലമടയുന്ന ചില രീതികളുണ്ട്. തൊട്ടടുത്തുള്ള ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള സഹോദരിമാർ, അമ്മയ്ക്ക് പരിചയമില്ലെങ്കിലും അമ്മ വിധവയായതുകൊണ്ട് അവരെ കൊണ്ടുപോയിട്ട് അമ്മ ജോലിയൊക്കെ ചെയ്യും. അപ്പൊ ആരോ പറഞ്ഞു, പിന്നെ പഠിക്കാൻ മിടുക്കനാണല്ലോ മകൻ, അതുകൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും ചർച്ചുകളിൽ ഒന്ന് അപേക്ഷിച്ചാൽ അവരെന്തേ സഹായിക്കും എന്ന് പറയാനിടയായി. ആ കാലഘട്ടത്തില് പാവം എൻ്റെ അമ്മ ഇതിന്റെ അവസ്ഥ അറിയാതെ, ഇപ്പൊ എൻ്റെ അമ്മയില്ല, അവർ മരണപ്പെട്ടു. അപ്പോ അമ്മ അവസ്ഥ അറിയാതെ ഒരു കത്തുമൊക്കെ ആയിട്ട് തൊട്ടടുത്തുള്ള ഒരു ചർച്ചിൽ പോകാനിടയായി. ആ ചർച്ചിലെ സെക്രട്ടറി എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ വീടിനടുത്തുള്ള ആളാണ്. അപ്പൊ അവിടുത്തെ പുരോഹിതൻ, പള്ളിയിലച്ഛൻ, അദ്ദേഹം പറഞ്ഞു, പിന്നെ നിങ്ങളെ എനിക്കറിയില്ല, ഈ ചർച്ചിലുള്ള ആരെങ്കിലും ഒരാൾ നിങ്ങളെ അറിയാമെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ കമ്മിറ്റി പ്രൊസീഡ് ചെയ്യാം. പക്ഷെ എന്നെ അറിയാവുന്ന അയാളുടെ മകൻ എൻ്റെ കൂടെ പഠിക്കുന്ന ആ മനുഷ്യൻ എൻ്റെ അമ്മയെ അറിയില്ല, ഇവരവിടെ എവിടെയും വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറയാനിടയായി.
പിന്നെ അദ്ദേഹത്തിന്റെ സ്വകാര്യമായി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇരന്ന് തിന്നേണ്ടവരൊക്കെ ഇരന്ന് തിന്നാ മതി, അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ എൻ്റെ അകത്ത് കിടന്ന എന്താണ് കരി മൂടിയ കനൽ കത്തി ജ്വലിച്ചതുപോലെ എന്റെ വൈരാഗ്യം 10 ഇരട്ടിയായി വർദ്ധിച്ചു. അപ്പൊ അന്നൊക്കെ വിചാരിച്ചത് ഹൈന്ദവർക്ക് 33 കോടി ദൈവമുണ്ട്, യേശുക്രിസ്തു ഒന്നല്ലേ ഉള്ളൂ, ക്രിസ്ത്യാനികളെല്ലാം ഒന്നെന്നാണ് അന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് അവരോട് തോന്നിയ വൈരാഗ്യം ക്രിസ്തീയ വിരോധമായി മാറിയത്. അങ്ങനെ അത് കോളേജ് രാഷ്ട്രീയത്തിൽ സജീവമായ വിഷയമായി, ബൈബിൾ കത്തിക്കുന്ന അവസ്ഥകളിലൊക്കെ എത്തി. അത് പിന്നാലെ പറഞ്ഞുകൊള്ളാം. ഇതാണ് അതിന്റെ ബേസിക് റൂട്ട്. തീർച്ചയായിട്ടും ഇന്ന് ക്രൈസ്തവ വിരോധിയായിരുന്ന ഒരു ഹൈന്ദവൻ ഇന്ന് കർത്താവിന്റെ വേലക്കാരനായി വചനം ചുമന്നുകൊണ്ട് നടക്കുന്ന അനേക വിരോധികളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്ന ഒരു കർത്തദാസനായി മാറുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അതിന് മുഖാന്തരം ഒരുക്കിയതൊക്കെയും കർത്തദാസന് ഇനി തുടരാം. ഞാൻ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യത്തില്ല. സ്തോത്രം. ചോദിക്കുന്ന ഒരു പ്രശ്നമല്ല. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ 10ാം ക്ലാസ് പഠിക്കുന്നു. 10ാം ക്ലാസ്സൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയിലൊക്കെയാണ്. ജയിച്ചു. പിന്നീട് അന്നത്തെ പ്രീ ഡിഗ്രി, ഇന്നത്തെ +2 വിദ്യാഭ്യാസത്തിലേക്ക് കയറുകയാണ്. അപ്പോ 4-5 കുറിയും രുദ്രാക്ഷവും ഏലസും ഒക്കെ ശരീരത്തിൽ കെട്ടിയാണ് ഞാൻ നടക്കുന്നത്. ക്രിസ്ത്യാനികളെന്ന് കണ്ടാൽ തന്നെ എനിക്ക് അവരോട് ദേഷ്യം വരും. പക്ഷെ ആളുകൾക്കൊക്കെ ഞാൻ വളരെ മാന്യമായി ഇടപെടുന്ന ആളാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിസ്തീയ വൈരാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ, പാസ്റ്റർമാരൊക്കെ എവിടെയെങ്കിലും വന്നിട്ട് വഴി ചോദിക്കും. അവർ ക്രിസ്ത്യാനികളെന്നോ പള്ളിയിലച്ചനെന്നോ മനസ്സിലായാൽ അവർ ചോദിക്കുന്ന റൂട്ടിന്റെ ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ വഴി ഞാൻ കൊണ്ട് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അവിടെ ബൈക്കിൽ കയറി അവരെ കൊണ്ട് ഏതെങ്കിലും ആളില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് ബൈക്കോടെ ചവിട്ടി ആ കുഴിയിൽ അങ്ങിടും. അപ്പൊ അതൊരു ആശ്വാസം, ഒരു സന്തോഷം, ഒരു പുണ്യകർമ്മം എന്നാണ് അന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ പഠിച്ചു. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ ഞാൻ ശരിക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട്. അപ്പൊ എൻ്റെ 2ാമത്തെ വർഷമാകുമ്പോൾ എനിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ കൂട്ടുകാരെ ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല സൗഹൃദങ്ങളെ അങ്ങനെ കറങ്ങി വരുമ്പോൾ അതിൽ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നല്ല കോടീശ്വരിയാണ് എന്ന് മനസ്സിലായി. അപ്പൊ അവളോട് സൗഹൃദ ബന്ധം ഉറപ്പിച്ചു. അപ്പൊ ഉറപ്പിച്ചതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഭാവി ജീവിതം സുഗമമാക്കുക എന്നുള്ളതാണ്. കാരണം എൻ്റെ അധ്വാനത്തിലോ എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളോ സഹായിച്ചൊരിക്കലും ജീവിതം ഡെവലപ്പ് ആവില്ല. അങ്ങനെ ഇരിക്കുമ്പം പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിയുന്നില്ല. അപ്പോൾ ഞങ്ങൾ ശരിക്കും നല്ല സുഹൃത്തുക്കളായിപ്പോയി. ഇന്നത്തെ കുട്ടികൾ പറയും പോലെ ബെസ്റ്റി എന്നോ ചങ്ക് ബ്രോ എന്നൊക്കെ പറയുന്ന അളവിൽ നല്ല സൗഹൃദമായി. അപ്പോൾ ആ കുട്ടിയുമായി ഞങ്ങൾ കോളേജിലെ അവസാന പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം തീരുന്നു. പരീക്ഷയായപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് നീ പറ്റില്ല, ഇന്ന് ഇവിടെ മറ്റു കുട്ടികളൊക്കെ ഉണ്ട്, നാളെ വീണ്ടും പറഞ്ഞു. ഞങ്ങളുടെ പരീക്ഷ തീരുന്ന പിറ്റേ ദിവസം ഡിഗ്രിയുടെ പരീക്ഷ നടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ രാവിലെ അവിടെ ചെല്ലുന്നു. അപ്പൊ ഞങ്ങൾ ആ കോളേജിന്റെ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിരിയാൻ സമയപ്പോൾ അദ്ദേഹത്തിന്റെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറയും പോലെ നീ കേൾക്കണം. ഞാൻ നീ പറയും പോലെ ഞാൻ കേൾക്കൂ. അപ്പൊ ജീവിതം ഇങ്ങനെ നടത്തിയാൽ പോരാ. ഞാൻ തീർച്ചയായി നീ പറ, അതൊരു നന്നായി ജീവിക്കണം. ഞാൻ എന്റെ സ്വപ്നം അതാണല്ലോ. ഞാൻ നീ പറയും പോലെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഒരു വലിയ പൊതി എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഈ പൊതി തന്നിട്ട് ഇതിലുള്ളത് നീ അതുപോലെ ചെയ്യണം. അപ്പൊ ഏകദേശം ട്രിവാൻഡ്രത്തിനടുത്തുള്ള വെള്ളയാണി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു വലിയ നായർ സമുദായത്തിലെ ഒരു വലിയ കോടീശ്വരിയാണ് ഈ പെൺകുട്ടി, ഏക മകളാണ്. അപ്പോ ഈ സാക്ഷികൾ കേൾക്കുമ്പോൾ ഒക്കെ മനസ്സിലാവും, ഞങ്ങൾ മനുഷ്യനെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം ഈ പൊതി തന്നിട്ടുണ്ട്, ഇതിലുള്ളത് ഇതുപോലെ ചെയ്യണം. അപ്പൊ കോടീശ്വരനായ അപ്പന്റെ മകളല്ലേ, എനിക്ക് വല്ല ലോൺ എടുക്കാനുള്ള റെക്കമെൻഡേഷൻ കത്തും അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തിക സഹായം, ബൾക്ക് എമൗണ്ട് എന്തെങ്കിലും ഇതിനകത്തിരിക്കുകയായിരിക്കും എന്നുള്ളത് വിചാരിച്ചിട്ട് വളരെ പ്രതീക്ഷയോടെ ഞാൻ ഈ പൊതി നിവർത്തു. സത്യം പറഞ്ഞാൽ വി ആശാരി പറയുന്നത് പോലെ എൻ്റെ അകവാള് കത്തിപ്പോയി. ഞാൻ ഈ പൊതി തുറന്നു നോക്കുമ്പോൾ അതൊരു വേദപുസ്തകമായിരുന്നു. ഇതിനകത്തുള്ള അതുപോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പോ എൻ്റെ കൂട്ടുകാരി, അവളുടെ പേരാണ് ലതിക നായർ എന്നാണ് അവളുടെ പേര്. അപ്പൊ ലതിക നായർ ഇത് ബൈബിള് തന്നപ്പോ എൻ്റെ ദേഷ്യം ഭയങ്കരമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കേട്ടത്, നീ ക്രിസ്ത്യാനിയാണോ? അപ്പോ ദേഷ്യത്തില് ആ പെൺകുട്ടി പറഞ്ഞു, അതുകൊണ്ടല്ലേ ഇന്ന് വരണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത്, അത് കോപിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു, നീ എങ്ങനെ ക്രിസ്ത്യാനിയായി? അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയായതെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ പെൺകുട്ടിക്ക് അസ്ഥി ഉരുകുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. അവളുടെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്ന ഒരു പെന്തക്കോസ്ത് ടീച്ചറാണ്. ഈ പെന്തക്കോസ്ത് ടീച്ചർ അവളോട് യേശുവിനെ പരിചയപ്പെടുത്തി എന്ന് മാത്രമല്ല, രക്തസ്രാവക്കാരിയുടെ രക്തസ്രാവം മാറ്റി ആ 12 സംവത്സരമായ രക്തസ്രാവമുള്ളവരായ സ്ത്രീ, ആ വചനത്തിന്റെ ഭാഗം മാർക്കോസ് 5-ാം അധ്യായം 25 മുതൽ 34 വരെ പറഞ്ഞു കൊടുത്ത് അവൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കുകയും ബൈബിൾ കൊടുക്കുകയും ചെയ്തു. ഈ പെൺകുട്ടി വിശ്വാസത്തോടെ ഈ വേദപുസ്തകം കയ്യിൽ പിടിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. 2 മാസം കൊണ്ട് വർഷങ്ങളായി മാറാതിരുന്ന അവളുടെ അസ്ഥി ഉരുകുന്ന രഹസ്യ രോഗം സ്വർഗത്തിൽ ദൈവം മാറ്റിക്കൊടുക്കാനിടയായി. അന്നു മുതൽ അവൾ വിശ്വാസിയായി മാറി. ആ വിശ്വാസമാണ് എന്നോട് പ്രകടിപ്പിച്ചത്. എനിക്കാണെങ്കിൽ ഭയങ്കരമായ ദേഷ്യം വന്നു. എൻ്റെ കൂട്ടുകാരെല്ലാം ചുറ്റുവട്ടത്ത് വളഞ്ഞു. അപ്പൊ ഞാനും പ്രതീക്ഷയോടെ മിണ്ടായിരുന്നു. കാരണം ഇവൾ എൻ്റെ ജീവിതത്തിന്റെ ഭാവിയുടെ വാഗ്ദാനമാണ്. അപ്പൊ പെട്ടെന്ന് ജീവിതം തട്ടിത്തെറിപ്പിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മിണ്ടാതിരുന്നു. അപ്പോഴും എൻ്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള കടൽ തീരത്ത് ഉച്ചയ്ക്ക് വിശന്ന് ഞാൻ ഇരിക്കുമ്പോൾ ഒരു പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേര് വിജയാണ്. ഞാൻ അതെ. നിങ്ങൾ വിശ്വകർമ്മയാണ്. ഞാൻ അതെ. നിങ്ങളൊരു വിശ്വാസിയായി മാറും. ഞാൻ പറഞ്ഞില്ല. അതേപോലെ നിങ്ങൾ ശുശ്രൂഷകനായി മാറും. ഞാൻ ഇല്ല. അതേപോലെ ഇന്ത്യ മഹാരാജ്യമല്ല, ലോക രാഷ്ട്രങ്ങളിലും നിങ്ങൾ ദൈവത്തിന്റെ വചനവുമായി നിൽക്കും എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന്റെ മുണ്ട് കീറി ഷർട്ട് കീറി തറയിലിട്ട് അടിച്ചു, മണ്ണ് വാരി വായിക്കകത്തിട്ടു. അപ്പോൾ ഞാൻ മുമ്പത്തി നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു, മീശയും താടിക്കാരനൊക്കെ ആയിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാലും ഒരു വ്യത്യാസവുമില്ല, ദർശനത്തിന്റെ അവധിയുണ്ട്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സ്തോത്രം. അങ്ങനെ പറഞ്ഞ അറിവുള്ളത് കൊണ്ട് ഈ വേദപുസ്തകം ഞാൻ പതുക്കെ കയ്യിൽ വെച്ചു. അപ്പോഴേക്കും എൻ്റെ കൂട്ടുകാർ പലരും വന്ന് അവിടെ മൊത്തം വളയാനിടയായി. എൻ്റെ കൂട്ടുകാരനെ ഓരോന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ അപ്പോഴേക്കും എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു ലൈറ്റർ തരാനിടയായി. അഹങ്കാരിയായ ഞാൻ ഈ ബൈബിൾ തൂക്കി പിടിച്ചിട്ട് ലൈറ്റർ കൊണ്ട് ഈ ബൈബിളിനെ കത്തിച്ചു. കത്തിക്കുമ്പോൾ ലതിക നായർ എന്ന ഈ കൊച്ചു പെൺകുട്ടി വന്ന് മെലിഞ്ഞിരിക്കുന്ന അവൾ, അത്ര പോലും വണ്ണമില്ല, അതുവരെ സ്നേഹത്തോടെ എന്നെ വിളിക്കുവാൻ അവൾ വിളിച്ചു, വിജയ നീ ഓർമ്മിച്ചു വെച്ചോ, ഇത് ജീവന്റെ വചനമാണ്, നീ ഇന്ന് കത്തിച്ചു, ഇന്നല്ലെങ്കിൽ നാളെ നീ ഇത് ചുമക്കുന്ന ഒരു കാലം വരും എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. പിന്നത്തേതിൽ ഞാൻ അന്ന് അവൾ 1 ചുമക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ 3 എണ്ണം ചുമക്കുകയാണ്. പണ്ട് യേശു അത്ഭുതം ചെയ്യുമ്പോൾ 12 കുട്ടയാണ് മിച്ചം വരുത്തിയത്. 9000-ഓളം വരുന്ന ആ ജനത്തിന്റെ മുമ്പിൽ ഭക്ഷണം ഉണ്ടാക്കാൻ 55 ഡിഗ്രിയിലധികം ചൂടുള്ള സ്ഥലത്ത് 5 കുട്ട മിച്ചം വരുത്തിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു 15 വരുത്താമായിരുന്നു. പക്ഷെ ഇതൊന്നും വരുത്താതെ 12 വരുത്തിയ കാരണം അതുവരേക്കും കൂടെ നടന്നവർക്കും ആഹാരം കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെ ചുമപ്പിക്കാൻ ഓരോരുത്തർക്കും ഓരോ കുട്ട, 12 കുട്ട. എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാൻ ഇടയായി. അങ്ങനെ ഇന്ന് 3 എണ്ണം ചുമക്കുന്നു. മലയാളം പ്രസംഗിക്കാൻ മലയാളം, തമിഴ് പ്രസംഗിക്കാൻ തമിഴ്, ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ ഇംഗ്ലീഷ്. അങ്ങനെ പെൺകുട്ടിയുടെ ബൈബിൾ കത്തിച്ചു. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം അവിടെ തിരിയുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ലതിക നായരെ കാണുവാൻ ഇടയായത്. തുടർന്ന് വീണ്ടും ഉപജീവന വഴികളുമായി ഞാൻ തുടരുകയായിരുന്നു. പഠിത്തം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം വരികയാണ്. 1997 നവംബർ മാസം 13-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10-നും 10:30-ക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ വിവാഹം നടക്കുകയാണ്. ഹൈന്ദവർ പൊരുത്തം നോക്കും. 11 പൊരുത്തമുണ്ട്. അതിൽ 6 പൊരുത്തം എങ്കിലും വന്നാൽ കല്യാണം കഴിക്കാം, അങ്ങനെയാണ് കണക്ക്. അപ്പൊ അങ്ങനെ പൊരുത്തമൊക്കെ നോക്കി കല്യാണം കഴിക്കാൻ വേണ്ടി ഉറപ്പായി. അപ്പോ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടില് ചെറിയ കാലത്തിലെ പഠിത്തത്തിന് പോയ, അച്ഛന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ പോയ ഒരു പെൺകുട്ടി, നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് കുടുംബമുള്ളവര്, അവര് പിന്നത്തേൽ വന്ന് നിൽക്കുമ്പോഴാണ് ഈ കല്യാണം ആലോചിക്കാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് രക്തവാതം എന്ന അസുഖം ഉണ്ടാകുന്നു. അവരുടെ വിരലുകൾക്ക് ഇടയിൽ വലിയ മുറിവുകളും നീരും ഉണ്ടാകുന്നു. തുണി നനയ്ക്കാൻ പറ്റാതെ, സോപ്പ് ഉപയോഗിക്കാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ ഒരു പെൺകുട്ടി അത്യാവശ്യമായി വേണമെന്ന് മനസ്സിലായപ്പോൾ മൂത്ത ജ്യേഷ്ഠന്റെ വിവാഹം, കുടുംബജീവിതമായിട്ട് നമ്മുടെ കുടുംബവുമായി ബന്ധം കുറഞ്ഞു വന്നതുകൊണ്ടും പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്നുള്ളത് കൊണ്ടും വിവാഹപ്രായം ആയില്ല എങ്കിലും 24 വയസ്സ് കഴിയുമ്പോൾ വിവാഹത്തിന് വേണ്ടി കാര്യങ്ങൾ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ചെല്ലുകയാണ് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത്. അപ്പൊ അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ പുറത്തൂടെ വരികയാണല്ലേ. പുരുഷന്മാരൊരു സ്ത്രീയെ നോക്കണമെങ്കിൽ 4 വശവും 360 ഡിഗ്രി കറങ്ങി നോക്കും. പക്ഷെ സ്ത്രീകൾ അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വരുന്ന സമയത്ത് പെൺകുട്ടി ഈ ജനലിന്റെയും ഗ്രില്ലിന്റെയും ജാളിയുടെ ഇടയിൽ കൂടെ ഒക്കെ എന്നെ നോക്കുകയാണ്. അപ്പോ അവളുടെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് കല്യാണത്തിന്റെ ഉറപ്പ്. അപ്പൊ അവൾ അകത്തു നിന്ന് എന്നെ കണ്ടു. അപ്പൊ അവള് കണ്ടിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നു, കല്യാണം ഉറപ്പിച്ചു. ഒരു 1.5 വർഷത്തിനകത്ത് കല്യാണമായി. അപ്പൊ ഈ 1.5 വർഷത്തിനകത്ത് കല്യാണമാകുന്ന സമയത്ത്
കല്യാണം കഴിഞ്ഞൊരു 14 ദിവസം കഴിഞ്ഞപ്പോ ഈ എന്റെ ഭാര്യ എന്റെ കട്ടിൽ കാണാനില്ല. അപ്പൊ ഞാൻ വെച്ച് ഭാര്യയുടെ ഒരു കൊച്ചു വീടാണ്, കല്യാണ സമയത്ത് ഒരു മുറിയൊക്കെ ആക്കി, ശരിക്കും പറഞ്ഞാൽ വിളക്കൊന്നുമില്ല. അപ്പോ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നോക്കി ഭാര്യയെ നോക്കി 14 ദിവസം കഴിഞ്ഞാൽ ഭാര്യയില്ല. അവസാനം നോക്കിയപ്പം ഷൂ എന്ന ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. അപ്പൊ ഇതെന്താണ് ഷൂ എന്ന് ചില പാമ്പായി മാറിയോ ഭാര്യ? കാരണം സർപ്പന്യകളോ കല്യാണം കഴിഞ്ഞല്ലോ, 14 ദിവസം കഴിഞ്ഞ് ഭാര്യയെ കിടക്കയിൽ കാണാനില്ല. അപ്പോ ശബ്ദം കേട്ടു. ഞാൻ നോക്കുമ്പോ ഭാര്യ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന കണ്ടു. അപ്പോ എന്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളല്ല എന്ന് മനസ്സിലായി. അവൾ യേശു എന്ന് പറയുന്നതാണ് ഷൂ എന്ന് കേട്ടോണ്ടിരുന്നത്. കൊല്ലാനുള്ള വൈരാഗ്യം ഉണ്ടായി. അങ്ങനെ വലിയ വേദനയും സങ്കടം ഉണ്ടായി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് കാര്യം? അപ്പൊ അവൾ പറഞ്ഞു കൊന്നാലും കുഴപ്പമില്ല, ഈ 8 വർഷം കൊണ്ട് ഞാനൊരു രഹസ്യ വിശ്വാസിയാണ് എന്ന് അവൾ പറയാനിടയായി. അപ്പോ അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോ സഹോദരൻ വിനോദ് കുമാർ എന്നാണ്, അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തിൽ എപ്പോഴും ഒരു തലവേദന, തല കുനിഞ്ഞേ ക്ലാസ്സിൽ ഇരിക്കും. അങ്ങനെ ബ്രെയിൻ ട്യൂമർ തലവേദന എന്ന് വിശ്വസിപ്പിക്കാവുന്ന ചികിത്സിച്ചിട്ട് മാറാതിരിക്കുമ്പോ അന്ന് ട്യൂഷൻ പഠിക്കാൻ പോകുന്നു. വീട്ടിൽ ഇവരുടെ ദാരിദ്ര്യം കണ്ടിട്ട് ആ ട്യൂഷൻ ടീച്ചർ അവരുടെ ബന്ധുക്കോസ്തുകാരി സൗജന്യമായി പഠിപ്പിക്കാൻ. അപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ SLC പരീക്ഷ എടുക്കുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ നീ കുനിഞ്ഞിരുന്നാൽ എങ്ങനെയാണ് പരീക്ഷ എഴുതുന്നത്? അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, നാളെ വരാൻ പറഞ്ഞു. തൊട്ടടുത്ത ദിവസം ഞായറാഴ്ചയാണ്. ഹോസ്പിറ്റലിൽ പോകാനുള്ള പ്രതീക്ഷയോടെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ വളർന്നവരാണ്. വീട്ടിന്റെ മുമ്പിൽ തമിഴ്നാട് തിരുച്ചെന്തൂരാണ്. വീട്ടിന്റെ മുമ്പിൽ കോലം വരയ്ക്കുന്നവരാണ്. മറ്റൊരു വിശ്വാസത്തിനും യാതൊരു സാധ്യതയില്ലാത്തൊരു കുടുംബമാണെന്നുള്ളത് ഓർക്കണം. അപ്പോ അവൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി പിറ്റേ ദിവസം രാവിലെ ഒരു കുപ്പിയും ഒരു കവറും ഒക്കെ ആയിട്ട് പോയി. കാരണം ഹോസ്പിറ്റലിൽ പോകുന്ന ദൃശ്യം അതാണല്ലോ, മരുന്ന് വാങ്ങാൻ. അപ്പൊ പ്രതീക്ഷയോടെ ഇവൻ കൂടെ പോവുകയും, എന്നാൽ ടീച്ചർ ഹോസ്പിറ്റലിൽ പോകാതെ ഇവനെ അവരുടെ സഭയിൽ കൊണ്ടുപോകാനിടയായി. 7 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സഭയിൽ ഗസ്റ്റായ ഒരു പാസ്റ്റർ വരികയും ഇവന്റെ തലയിൽ കൈവച്ച് വർഷങ്ങളായി തലവേദനയിൽ ഭാരപ്പെടുന്ന സഹോദരൻ നിന്നെ ദൈവം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ആ സമയം അവന്റെ ആ തലവേദന ദൈവം മാറ്റുകയും ചെയ്തു. അങ്ങനെ അവൻ സന്തോഷത്തോടെ ആദ്യമായി മുഖം നിവർത്തി വീട്ടിലേക്ക് വരുന്നത് പെൺകുട്ടി കണ്ടു. അപ്പോൾ അവൻ കാര്യം പറഞ്ഞു. അന്ന് തൊട്ട് കാണാത്ത ഈ ദൈവത്തെ ഇവളും വിശ്വസിച്ചു തുടങ്ങി. ബൈബിൾ പറയുന്നത്, പിന്നെ നിങ്ങൾ കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇന്ന് ഈ സാക്ഷ്യം ഈ ലൈവിലൂടെയും പിന്നീട് യൂട്യൂബിലൂടെയും കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ വിഷയം എന്തായാലും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്റെ കർത്താവിനോട് പറയുക. ക്രിസ്തുവാണ് ഏക ഉത്തരം. നമ്മൾ വായിക്കുമ്പോൾ കേട്ടിട്ടില്ല പലയിടത്തും ക്രിസ്തു ഏക ഉത്തരം. മനുഷ്യന് ചോദ്യങ്ങൾ പലത് കാണാം, പ്രശ്നങ്ങൾ പലത് കാണാം, പക്ഷേ the only one answer is Christ. ഒരേ ഒരു ഉത്തരം യേശു ക്രിസ്തുവാണ്. ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം, സത്യദൈവം, നിത്യദൈവം, ആ ഏക സത്യ നിത്യദൈവം. അങ്ങനെ ഇവന്റെ അസുഖം മാറുവാനിടയായി. അന്ന് മുതൽ എൻ്റെ ഭാര്യ ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും, ചെറിയ കുട്ടിയാണ്, 8 വയസ്സോ മറ്റോ പ്രായം ഉണ്ടാവും, അല്ലെങ്കിൽ 8ലോ എന്തോ പഠിക്കുന്ന പ്രായം. അങ്ങനെ ആ കാലഘട്ടത്തിൽ വിശ്വസിച്ച് ഇങ്ങനെ രഹസ്യമായി. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ കഴിയില്ല. പ്രാർത്ഥിച്ചാൽ അച്ഛനെ ഉപദ്രവിക്കും, പള്ളിയിൽ പോയാൽ അമ്മ അടിക്കും. എങ്കിലും അതുകൊണ്ട് മറ്റേയാൾ വിശ്വാസിയായപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. എല്ലാവരും ഉറങ്ങുമ്പോൾ ഇദ്ദേഹം ഒരു തമിഴ് വേദപുസ്തകം ഒളിച്ച്, തമിഴാണല്ലോ പഠിച്ചത്, 6ാം ക്ലാസ്സിലാകുമ്പോഴോ മറ്റോ അങ്ങ് പോയതാണ്, +2 വരെ പിന്നെ തമിഴ്നാട്ടിലായിരുന്നല്ലോ. അപ്പോ ഒളിച്ചു വെച്ചിരുന്ന തമിഴ് വേദപുസ്തകം എടുത്ത പൂമ്പാറ്റ, ബാലരമ, ബാലമംഗളം, മുത്തശ്ശി, തത്തം, അതുപോലുള്ള പുസ്തകമാണ്. അതുപോലത്തെ കവറ് കൊണ്ട് പൊതിഞ്ഞ ബൈബിൾ പഠിക്കുന്ന പുസ്തകങ്ങൾക്കിടയിൽ വെച്ച് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ എണീറ്റെടുത്ത് വെച്ച് തുറന്ന് പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ചെയ്യുമായിരുന്നു. അന്നൊക്കെ മനസ്സിലാഗ്രഹം, ദൈവമേ എന്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ നീ എനിക്കൊരു അവസരം തരണമേ. അങ്ങനെ 8 വർഷത്തോളം പ്രാർത്ഥിച്ചു. 8 വർഷം കൊണ്ട് ഒന്നും നടന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് പത്രോസിനോട് പറഞ്ഞു, നീ ചൂണ്ട വെള്ളത്തിനകത്തിടാൻ. പത്രോസ് ചൂണ്ട വെള്ളത്തിനകത്തിട്ടപ്പോ പുറത്ത് കാണുന്ന കങ്കൂസ് മാത്രമേ അവന് കാണാവൂ.
പക്ഷെ അകത്ത് ചൂണ്ടയും ഇരയുമുണ്ട്. പത്രോസ് അറിഞ്ഞില്ലെങ്കിൽ വലിയ മീൻ വന്നിട്ടുണ്ടാവാം, ചെറിയ മീൻ വന്നിട്ടുണ്ടാവാം, പലതും കാണാതെ പോയിട്ടുണ്ടാവാം. പക്ഷെ മൈലുകൾക്കപ്പുറത്ത് ദ്രഹ്മ വിഴുങ്ങിയ ഒരു മീൻ വരുന്നത് വരെ അതിനകത്ത് പല മീനുകളും കൊത്തി, വലുതും കൊത്തി ചെറുതും കൊത്തി. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഇടുന്നത് അനുഗ്രഹ കടലിനകത്താണ്. സമയമാകുമ്പോൾ അത് ഉത്തരവുമായി തിരിച്ചു വരും. നിങ്ങൾ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കിട്ടിയെന്ന ഉറപ്പിന്മേൽ പ്രാർത്ഥിപ്പാൻ വേദപുസ്തകം പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ എന്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ എനിക്ക് അവസരം തരണമേ. വീണ്ടും കാലങ്ങൾ കഴിഞ്ഞു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞപ്പോ തമിഴ്നാട്ടിൽ നിർത്തേണ്ട കേരളത്തിൽ ഉള്ള സഹോദരന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഇവളെ കേരളത്തിൽ കൊണ്ടുവരുന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് എന്റെ വിവാഹാലോചനയുമായി ഞാൻ ചെല്ലുന്നത്. ആ വിവാഹാലോചനയുമായി ഞാൻ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടി എന്നെ ഇവിടെ ജനലിലൂടെ കണ്ടുവല്ലോ. അപ്പൊ ആ കണ്ട സമയം തൊട്ട് ആ പെൺകുട്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ദൈവമേ ഇങ്ങനെ ഒരു കാണ്ടാമൃഗത്തെ കല്യാണം കഴിക്കാനാണോ ഞാൻ കാത്തിരുന്നത്? ഞാനൊരു ദൈവ പൈതലിന് വേണ്ടിയല്ലേ കാത്തിരുന്നത് എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവാത്മാ പറഞ്ഞു ഇപ്പോൾ സമ്മതിക്കുക, സകലവും നന്മയ്ക്കായി മാറും. അപ്പൊ പറഞ്ഞില്ല, ഇങ്ങനെ ബൈബിളെ കത്തിച്ചിട്ടുണ്ടെന്നും പള്ളിയിലൊക്കെ പിന്നെ കക്കൂസിന്റെ ടോയ്ലറ്റ് എറിഞ്ഞിട്ടുണ്ടെന്നും അവളുടെ കൊച്ചന്റെ മക്കൾ മുഖാന്തരം ഒക്കെ അവൾ അറിഞ്ഞു. അതുകൊണ്ട് ഇത് വേണ്ട കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം ഇപ്പൊ സമ്മതിക്കണം, ജാതികൾക്കിടയിൽ സുവിശേഷം അറിയിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത മാനപാത്രമാകുന്നു ഇവൻ. ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതുണ്ടെന്ന് ഞാൻ ഇവനെ കാണിച്ചു കൊടുക്കാൻ നീ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഭാര്യ സമ്മതിച്ചു. പക്ഷെ അന്ന് മുതൽ അവൾ പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ വിശ്വാസം എന്റെ വീട്ടിലോ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ വിവാഹം കഴിഞ്ഞ് കടന്നു ചെല്ലുന്ന വീട്ടിലെങ്കിലും എന്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ നീ എനിക്കൊരു അവസരം തരണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. അതാണ് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാൻ, എവിടെയാണോ നിങ്ങളുടെ വിഷയം അവിടെ വചനം അയച്ച് വിടുവിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഉണ്ട്. അങ്ങനെ എന്റെ ഭാര്യ പ്രാർത്ഥിക്കുമ്പോൾ ഇനി 10 ദിവസമേ ബാക്കിയുള്ളൂ, എന്റെ വിവാഹത്തിന് 10 ദിവസമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഇരിക്കും പെട്ടെന്ന് എന്റെ ഇളയ സഹോദരന് ഇടതുവശം മുഴുവൻ സ്തംഭിച്ച് ഞങ്ങൾ ചികിത്സയിൽ കൊണ്ടുപോയപ്പോൾ ക്യാൻസർ രോഗമെന്ന് മനസ്സിലായി. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓർത്തോ വാർഡിൽ എന്റെ അനുജനെ കയറ്റി. ആ ദിവസം രാവിലെ 10:15 ഓപ്പറേഷൻ. ഏകദേശം 12:15 മണിയാകുമ്പോൾ ഓപ്പറേഷൻ തീരും. കാരണം പഠിച്ചവർക്കറിയാം അനസ്തേഷ്യയുടെ പവർ 2 മണിക്കൂർ നിൽക്കും. അതിനു മുമ്പ് ഈ രോഗി ഉണർന്നില്ല എങ്കിൽ രോഗി മരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അന്നത്തെ ദിവസം അപ്പൊ എന്റെ അനുജന്റെ ഇടതുഭാഗം, ബോഡിയുടെ ഇടതുഭാഗം വലതു ഭാഗത്തിന്റെ ഇരട്ടിയായി മാറി. അതായത് ആനക്കാരും തമ്മിൽ വ്യത്യാസമായി. അപ്പോ ഭയങ്കരമായ ഓപ്പറേഷൻ. വലത് സൈഡിൽ വയറിന്റെ ഇവിടെ ഇടത് സൈഡിൽ 39 സ്റ്റിച്ച് ഇടണം, ഈ ഷോൾഡറിന്റെ ഭാഗത്ത് 16 സ്റ്റിച്ച് ഇടണം, ഈ ഇടത്തെ മുട്ടിനകത്ത് 9 സ്റ്റിച്ച് ഇടണം. അങ്ങനെ അത്രയും വലിയ ഓപ്പറേഷൻ 3 ഡോക്ടർമാർ ഒന്നിച്ച് ചെയ്യേണ്ടതാണ്. അപ്പൊ ആ സമയത്ത് ഈ ഓപ്പറേഷന് വേണ്ടി അവനെ കയറ്റി. അപ്പൊ മണി 12 1 1:30 2 2:15 അനുജനെ കാണാനില്ല. ഓർത്തോ വാർഡിൽ അനുജന് ശേഷം കൊണ്ടുപോയവരൊക്കെ തിരിച്ച് സ്ട്രക്ചറിൽ കൊണ്ടുവരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ്. എന്റെ അനുജനെ കാണാനില്ല. അപ്പോഴേക്കും ഞങ്ങൾക്ക് സങ്കടമായി കഴിഞ്ഞ് ഇവിടെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ഭാര്യയുടെ സഹോദരൻ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കുനിഞ്ഞിരിക്കുകയാണ്. ശരിക്കും അവനും വിശ്വാസിയാണ്, അവൻ പ്രാർത്ഥിക്കുന്നതാണ്. കുനിഞ്ഞിരിക്കുന്നത് എന്തെനിക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അമ്മ ഭയങ്കരമായി കരയുന്നു. ആ സമയത്ത് 3 സുവിശേഷ പ്രവർത്തകർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേദപുസ്തകമായി ആശുപത്രിയുടെ ഇടനാഴിയിലൂടെ വരികയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോ വാർഡിന്റെ 6ാം നമ്പർ ഓർത്തോ വാർഡിന്റെ ഫ്രണ്ടിലെ ഇടനാഴിയിലൂടെ ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ആ ഇടനാഴി മൊത്തം ഒഴിഞ്ഞു. കാരണം ഞങ്ങളുടെ അനുജനെ മാത്രം ആദ്യം കൊണ്ടുപോയി കാണാനില്ല. അപ്പൊ അദ്ദേഹം അമ്മ കരയുന്ന കണ്ടിട്ട് വേദപുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, എന്താണ്? അപ്പൊ അമ്മ പറഞ്ഞു, ഈ ഇരിക്കുന്ന വിജയന്റെ വിവാഹമാണ്. ഇവന്റെ അനുജൻ അകത്ത് ഓപ്പറേഷന് വേണ്ടി പോയി, അവൻ മരിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഹൈന്ദവ വീടുകളിൽ ഒരു മരണം നടന്നാൽ 1 വർഷം കഴിഞ്ഞ് വിവാഹം നടത്താൻ പറ്റൂ. എനിക്ക് എന്റെ വിവാഹ വീട്ടിൽ നിന്ന് അവർ തന്ന പൈസ എല്ലാം ഞാൻ ഇതിനു വേണ്ടി ചെലവഴിച്ച് വെറും ശുദ്ധശൂന്യമായി നിൽക്കുകയാണ്. ഇതിനിടയിൽ കൂടെ മരിച്ചാൽ പിന്നെ വീണ്ടും 1 വർഷം മാറ്റി വെക്കണം. അങ്ങനെയുള്ള വിഷമം അമ്മ പറയുമ്പോൾ ആ മനുഷ്യൻ ഒരു ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വാസം എന്തെന്നറിയാത്ത അമ്മ ആശാരി യേശു ആശാരിയാണെന്ന് മാത്രം അറിയാം, നമ്മുടെ സമുദായം എന്ന് മാത്രം അറിയാം. പക്ഷെ ഇത് ഇങ്ങനെയുള്ള അത്ഭുത ദൈവമൊന്നും അറിയില്ലല്ലോ, അല്ലെങ്കിൽ അത് നമ്മൾ മെനക്കെട്ടില്ല. അപ്പൊ അമ്മ അത് ഹൃദയത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ മകനെ മടക്കി തന്നാൽ ഞാൻ ഈ വേദപുസ്തകം മരണം വരെ ചുമക്കും, വിശ്വാസിയാകാമെന്ന് എന്റെ അമ്മ മനുഷ്യരോട് പറയുമ്പോൾ അവർ പ്രാർത്ഥിച്ചു, ദൈവമേ, അമ്മയ്ക്ക് അറിയില്ലല്ലോ വിശ്വാസം, അമ്മ വെച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ മകനെ മടക്കി തരണം, മടക്കി തന്നാൽ ഞാൻ ഈ വിശ്വാസം സ്വീകരിക്കും.
അങ്ങനെ അമ്മ ബൈബിൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ദൈവമേ, അകത്ത് കിടക്കുന്ന മകനെ, അതായത് എന്നെ ദൈവം ഈ മകനെ കൊണ്ടുവരണം, ഇതിനൊരു അത്ഭുതമായി മാറണം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ എന്ന് പറയുമ്പോ ഓർത്തോമാന്റെ കണ്ണാടിക്കൂട് തുറന്ന് ആ സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ കണ്ണാടിക്കൂട് തുറന്ന് പുറത്തു വരുന്ന കുട്ടിയാരെന്നറിയാമോ? പണ്ട് ബൈബിൾ കത്തിച്ച ലതിക നായരാണ്. അവൾ പറയുന്നു, ഓപ്പറേഷൻ വിജയിച്ചിരിക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ 10 ദിവസം കഴിഞ്ഞ് കല്യാണത്തിന് ഈ പെൺകുട്ടി വന്നപ്പോഴാണ് അകത്ത് നടന്ന സംഭവം പറയുന്നത്. എന്താണ് സംഭവിച്ചത്? 10:15 ഓപ്പറേഷൻ തുടങ്ങി. അന്ന് 12:15 വരെ ഏകദേശം 13 പേരിലധികം ആളുകളുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 4 പേർ മരിച്ചു. അങ്ങനെ 4 പേർ മരിച്ചപ്പോൾ ആ 4ാമത്തെ ശവമായി എൻ്റെ അനുജനെ അവിടെ കിടത്തിയിരിക്കുന്നു. 4ാമത്തെ 5ാമത്തെ ശവമായി എൻ്റെ അനുജനെ കിടത്തിയിരിക്കുന്നു. ഓരോ ശവവും പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേക്ക് മണി 2:15. ഏറ്റവും ഒടുവിലത്തെ ശവം എൻ്റെ അനുജന്റെ ശവമാണ്. പോസ്റ്റ്മോർട്ടം, അപ്പൊ അന്ന് ഓപ്പറേഷൻ പരാജയപ്പെട്ട് ആ ശവങ്ങളിൽ ഒരു ശവമാണ് എൻ്റെ അനുജൻ. അവൻ സ്റ്റിച്ചിടാതെ മാറ്റി കിടത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന ലതിക നായർ, ഇതിനിടയ്ക്ക് ഞങ്ങൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് പിണങ്ങിയത് പിന്നെ കാണുന്ന ഇപ്പോഴാണ്. അപ്പോ ലതിക നായർ ഈ തന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ ഒരുങ്ങുമ്പോൾ കത്രിക ഒന്ന് കാണാനില്ല. അപ്പൊ ഈ കത്രിക കാണാനില്ലാത്തതുകൊണ്ട് ജോലി സ്ഥലത്തൊക്കെ അന്വേഷിച്ചു. അപ്പൊ 2 മണിക്ക് ഷിഫ്റ്റ് മാറണം. അപ്പോഴേക്കും കറങ്ങി തിരിഞ്ഞ് മാറി വരുന്നു, കാണാനില്ല. അപ്പോഴേക്കും ഒരു സംശയം, എൻ്റെ കൂടെ പഠിച്ച വിജയന്റെ അനുജന്റെ ആ സ്ട്രക്ചറിലാണോ കിടത്തി ഇട്ടത് എന്നൊരു സംശയം. വെറുതെ പുറത്ത് പ്രാർത്ഥന. ലതിക ഈ ശവത്തിന് ചുറ്റും ഇങ്ങനെ കൈ കൊണ്ട് കത്രിക എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ പുറത്ത് പ്രാർത്ഥന ശക്തം. ആ സമയത്ത് ലതികയ്ക്ക് ഒരു സംശയം, ഈ മൂടിക്കിടത്തിയ ശവത്തിന്റെ കാലുകൾ അനങ്ങുന്നോ എന്നൊരു സംശയം. അവൾ തുണി വലിച്ചു മാറ്റുമ്പോൾ ഇവൻ അവ്യക്തമായി സംസാരിക്കുന്നു, എൻ്റെ അനുജൻ. അവന്റെ ബോഡിയിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് വരുന്നു. ലതിക പെട്ടെന്ന് ഡോക്ടർമാരെ വിളിച്ചു വരുത്തി പിന്നത്തെ സ്റ്റിച്ചിട്ടു. മലമൂത്ര വിസർജനത്തിന് 2 എണ്ണം, ആകാരത്തിന് 1, 3 ഭാഗങ്ങളിലും അഴുക്ക ബ്ലഡ് പുറത്തു പോകാൻ വേണ്ടി. അങ്ങനെ 7ഓളം ഓസുകളുടെ സഹായത്തോടെ നിർജീവ ശവം പോലെ എൻ്റെ അനുജനെ പുറത്തു കൊണ്ടുവന്നു. അത്ഭുതം സംഭവിച്ചു. 10 ദിവസം കഴിഞ്ഞ് എൻ്റെ വിവാഹത്തിന് സ്കൂട്ടറിൽ വാഹനം ഓടിച്ചു വരാനുള്ള ആരോഗ്യവും കൃപയും ദൈവം അവന് കൊടുത്തു. ഇന്ന് 2 മക്കളുടെ അപ്പനായി ജീവിക്കുന്നു. അമ്മ വിശ്വാസിയായി മാറി. പിന്നത്തെ ഞാൻ വിശ്വാസിയായി മാറുമ്പോൾ ആദ്യത്തെ കൺവെൻഷൻ നടത്തുന്നത് ഈ പെൺകുട്ടിയുടെ സഭയിലാണ്. അന്ന് ഞാൻ ഈ സാക്ഷി പറയുമ്പോൾ അവൾ അവിടെ ഇരുന്ന് കരയുന്നത് കാണുവാൻ ഇടയായി. അങ്ങനെ എൻ്റെ ഭാര്യയുടെ വിശ്വാസത്തെ എനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അമ്മയും ഭാര്യയും വിശ്വാസിയായി കഴിഞ്ഞിരുന്നു. അവര് അമ്മയുടെ കൂടെ, കാരണം അപ്പൊ അങ്ങനെ അവള് പ്രാർത്ഥിക്കുമ്പോൾ ചെല്ലുന്ന ഭവനത്തിലെങ്കിലും വിശ്വാസം പ്രകടിപ്പിക്കണം. അങ്ങനെ വിവാഹം കഴിഞ്ഞു. പിന്നെ ഹൈന്ദവാചാര വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വീട്ടിന്റെ മേശയുടെ പുറത്ത് ഒരു ബൈബിൾ ഇരിക്കുന്നുണ്ട്, അമ്മയുടെ ബൈബിള്. അപ്പൊ അന്ന് ഒരു കാര്യം മനസ്സിലായി, ഇന്നല്ലെങ്കിൽ നാളെ ഈ കുടുംബത്തെയും ദൈവം നേടും. അങ്ങനെ അവൾ പ്രാർത്ഥിച്ച് തന്റെ പ്രാർത്ഥന തമിഴ്നാട്ടിലെ വീട്ടിൽ 12 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന, അതേ പ്രാർത്ഥനയാണ് വിവാഹം കഴിഞ്ഞപ്പോഴും ഇവിടെ തുടർന്നത്. ആ പ്രാർത്ഥനയാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ അവളും എൻ്റെ അമ്മയും ആരാധനകൾക്ക് പങ്കെടുക്കാൻ പോയി തുടങ്ങി. അങ്ങനെ അവര് ഒരു നാമധേയ സഭയിൽ പോകുമ്പോൾ തന്നെ മറ്റൊരു പെന്തക്കോസ്ത് സഭകളിൽ അന്ന് 25 വർഷങ്ങൾക്ക് മുമ്പ് അവര് പ്രാർത്ഥനയ്ക്ക്, അറിയാമല്ലോ പെന്തക്കോസ്ത് സഭകളുടെ സമയത്ത് ആരാധന തീരില്ല. രാത്രിയാകുമ്പോൾ ഇവരെ വിളിക്കാൻ വേണ്ടി ഞാൻ പോകും. ഞാൻ ചെന്ന് വെളിയിൽ ഒളിച്ച് നിൽക്കും. പക്ഷെ അകത്ത് പ്രസംഗിക്കുന്ന ദൂതുകളെല്ലാം എനിക്കുള്ളതായിരിക്കും. അവരെന്നെ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ക്രമേണ ഇത് കേട്ടു. അങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പൂജാരിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ശുക്ലാംബരതരം ശശിവർണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് ഈ വിശ്വാസം അംഗീകരിക്കാൻ പറ്റില്ല. ക്രൈസ്തവന്റെ ജീവിതമാണ് ഞാൻ എന്ന് നോക്കിയത്. പക്ഷെ കേൾക്കുന്ന അക്രൈസ്തവരായ സഹോദരങ്ങളെ, നിങ്ങൾ ക്രിസ്ത്യാനികളെ നോക്കരുത്. നമുക്ക് പിന്തുടരുവാൻ ക്രിസ്തു ഒരു മാതൃക വച്ചേച്ചു പോകുന്നു. 5455 മുറിപ്പാടുകൾ ശരീരത്തിലുണ്ടായി മനുഷ്യകുലത്തിന്റെ വിടുതലിന് വേണ്ടി അവസാന തുള്ളി ചോരയും കൊടുത്ത എൻ്റെ കർത്താവിന്റെ 66,000 കോടി പവറുള്ള ആ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ 1999 ആയപ്പോൾ എനിക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ, അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ആത്മഹത്യക്ക് വേണ്ടി തീരുമാനിച്ചു. വിഷം കഴിച്ച് ആത്മഹത്യയിൽ അബോധാവസ്ഥയിലാകുന്നു. ബോധമുണ്ടെങ്കിൽ എന്തെന്ന് ചെയ്യുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഭാര്യയും അതുപോലെ തന്നെ അമ്മയും ഒക്കെ കൂടെ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി 2000-ന്റെ തുടക്കത്തിൽ ഞാൻ വിശ്വാസിയായി മാറാനിടയായി. 2002 മുതൽ ഞാൻ പ്രസംഗകനായി. 2004 മുതൽ
ഞാൻ അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രാസംഗികനായി മാറി. ദാവീദ് സങ്കീർത്തനം 71 ഇങ്ങനൊരു വാക്യം പറയുന്നു, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ എൻ്റെ ബന്ധുക്കൾക്ക് ഒരു അത്ഭുതമാണ്, എൻ്റെ ചാർച്ചക്കാർക്ക് ഒരു അത്ഭുതമാണ്, എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ അത്ഭുതമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചൊന്നുകൂടെ പറയട്ടെ, എന്നോട് ജോലി ചെയ്ത ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കും സുഹൃത്തുക്കൾക്കും ഞാൻ അത്ഭുതമാകുമ്പോൾ അവസാനമായി ഞാൻ ആത്മാർത്ഥതയോടെ പറയുന്നു, ഇന്ന് ഞാൻ എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരിക്കുന്നു. അങ്ങനെ കർത്താവ് നിങ്ങളെ അത്ഭുത പരതന്ത്രരാക്കി മാറ്റും. അങ്ങനെ വിശ്വാസത്തിലേക്ക് വരുന്നു. ശുശ്രൂഷകർ ആദ്യകാലങ്ങളിൽ ഒരുപാട് എതിർപ്പുകളും ബുദ്ധിമുട്ടും ഒക്കെ വന്നു. എന്നെ ബുദ്ധിമുട്ടിച്ചത് BJP-ക്കാരും RSS-കാരും അല്ല, എന്നെ വിഷമിപ്പിച്ചത് ക്രൈസ്തവർ തന്നെയാണ്. വിശ്വാസികളെന്നറിയപ്പെടുന്നവരും ശുശ്രൂഷകരെന്നറിയപ്പെടുന്നവരും ആയവർ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി. പക്ഷെ എത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയാലും ദൈവത്താൽ വിളിക്കപ്പെട്ടവനെ ദൈവം നോക്കിക്കൊള്ളും എന്നുള്ളതാണ്. എങ്കിലും ചില പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായി, കൊല്ലാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു. അവിടെ ഒന്നും അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. ദൈവം എന്നെ നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ബാലരാമ സ്ഥലമുണ്ട് നേറ്റങ്കരയ്ക്ക് അടുത്ത്, അവിടെ ചില ആളുകൾ എന്നെ ഓട്ടിക്കുമ്പോൾ അന്ന് റെയിൽവേയുടെ ഗേറ്റ് ഈ സെക്യൂരിറ്റി ഗാർഡ് വലിച്ചടയ്ക്കുന്ന ട്രെയിനാണ്. അപ്പൊ പുറകെ നിന്ന് അവർ സ്കൂട്ടറിൽ ഞാനും ഉണ്ട്. ഞാൻ ആ അവർ പാലമാണ്, റെയിൽവേ ഗേറ്റ് അടയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരല്പം 5-10 സെന്റിമീറ്റർ മാത്രം ഗ്യാപ്പുള്ള സ്ഥലത്തൂടെ ഞാൻ സ്കൂട്ടർ ഓടിച്ച് അപ്പുറത്ത് കയറുകയും അയാൾ ഒരുപാട് അസഭ്യം പറയുകയും ചെയ്തു. പക്ഷെ ഞാൻ കയറി കഴിഞ്ഞ ഉടനെ ഒരു ഗേറ്റ് അടച്ചു. ഈ സമയത്ത് അപ്പുറത്തെ ഗേറ്റ് അടച്ചു കഴിഞ്ഞ് ട്രെയിനിനും ആ ഗേറ്റിനും ഇടയിൽ ഞാൻ സ്കൂട്ടറുമായി നിൽക്കുന്നു. ഈ ഗേറ്റിന്റെ പുറത്ത് മറ്റുള്ളവർ, ആ ട്രെയിനിനും ഗേറ്റിനും അകത്തായി ഞാൻ നിൽക്കുന്നു. ഇവർ ഈ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുന്നു. കിഴക്ക് നിന്നും നാഗർകോവിൽ നിന്ന് ട്രെയിൻ ട്രിവാൻഡ്രത്തേക്ക് വരികയായിരുന്നു. അങ്ങനെ ഇവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തംഭം കൊണ്ടും നമ്മളെ വിടുവിക്കുന്ന ഒരു സ്വർഗത്തിൽ ദൈവം, നിന്റെ എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഗോഡ് വിൽ ഓർഡർ ഹിസ് ഏഞ്ചൽസ് ടു സേവ് യു എവരിവെയർ എന്ന വാക്ക് വിശ്വസ്തയോടെ ഉറച്ചു നിന്നാൽ നിനക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം തരുവാൻ സ്വർഗത്തിൽ ദൈവം മതിയായവനാണ്. അങ്ങനെ നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നു. അങ്ങനെ 2003 ആയപ്പോഴേക്കും വിശ്വാസം ശക്തമായി ഞാൻ അറിയപ്പെടുന്ന പ്രസംഗകനായി മാറി. പിന്നെ അവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. രാവിലെയൊക്കെ നമ്മൾ പോകുമ്പോൾ, വീട്ടിൽ നിന്ന് പോകുമ്പോൾ വഴിയുണ്ടാവും, തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ വഴി അടയ്ക്കപ്പെടും. അങ്ങനെ ഞങ്ങൾ ഒരു കുഞ്ഞുണ്ട്, അപ്പോൾ 1.25 വയസ്സാണ് അവന്. അപ്പോൾ ആ സമയത്തൊക്കെ വലിയ സങ്കടമായി. അങ്ങനെ കാലം കഴിഞ്ഞു. 2003 ആയപ്പോൾ 2 മക്കളാവുകയാണ്. അങ്ങനെ 2003 നവംബർ 10 ആകുമ്പോൾ, 2003 നവംബർ 10 ഞങ്ങൾ ഞങ്ങളുടെ ഭവനം വിട്ട് ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി വരേണ്ട അവസ്ഥ വന്നു. വലത്തെ കയ്യില് എൻ്റെ മൂത്ത മകനും ഇടത്തെ കയ്യിൽ 1.25 വയസ്സുള്ള ഇളയ മകനും, 4.25 1.25 വയസ്സുള്ള 2 മക്കളെയുമായി എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ ഭാര്യ എടുക്കാവുന്നത്രയും പാത്രങ്ങൾ ഒരു ചാക്ക് വീട്ടിലെടുത്ത് ഞങ്ങൾ യാത്ര തിരിച്ചു. ഒരു വാടക വീട്ടിലാണ് വന്ന് താമസം. എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കും. വായ്പ വാങ്ങാനിട വരികയില്ല, കാരണം അനുജന്റെ ബാധ്യത. പിന്നെ കൊടുക്കുവാൻ ദൈവ സമൃദ്ധി നൽകും. ഇത് പറയുമ്പോഴും കടക്കാർ വന്ന് വാതിൽ തട്ടും. വീട്ടിൽ അന്വേഷിച്ചു പോകുമ്പോൾ വാടക വീട്ടിൽ അങ്ങനെ ആ സമയങ്ങളൊക്കെ പറയും. എന്നും വന്ന് പ്രാർത്ഥിക്കുന്ന ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ക്രൈസ്തവരായാലും അക്രൈസ്തവരായാലും നമ്മുടെ നോക്കിയാൽ നമുക്ക് പാടാൻ ജീവിതത്തിൽ പറ്റുമോ? നമുക്ക് അത്രയും ബാധ്യതയുണ്ട്. പിന്നെ എന്താ നമ്മൾ പാടുന്ന പാട്ട്? പാടുന്ന പ്രത്യാശ, ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എൻ്റെ അവസ്ഥകളെ മാറ്റിത്തരും. ആ ദൈവം വിശ്വസ്തനാണ്. അങ്ങനെ ഞങ്ങള് വാടക വീട്ടിൽ താമസിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഞാൻ 2024 ആദ്യമായി അങ്ങനെ ഞാൻ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുന്നു. ഞങ്ങള് 2000 ജനുവരി 26 റിപ്പബ്ലിക് ഡേയില് അടിയനും ഭാര്യയും ഒന്നിച്ചേർന്ന് സ്നാനപ്പെടുവാൻ ഇടയായി. അങ്ങനെ ഞങ്ങൾ വിശ്വാസ ഗോളത്തിലായി ആത്മീയമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാടക വീട്ടിൽ താമസിക്കുന്നു. സ്വന്തമായി ഒന്നുമില്ല, സ്വന്തമായി ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. ആ കാലഘട്ടത്തിൽ ദൈവാത്മാവ് പറഞ്ഞു, നീ വിശ്വസ്തനാകയാൽ നിന്നെ ഞാൻ മാനിക്കും, ഞാൻ നിനക്ക് റോഡിന്റെ സൈഡിൽ വീട് തരും. അപ്പോ ശരിക്കും പറഞ്ഞാൽ 1 രൂപയില്ല. ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, പണവും വേണ്ട, പദവിയും വേണ്ട, സ്വാധീനവും വേണ്ട, ദൈവത്തിന്റെ ഒരു വാഗ്ദത്വം മതി, അത് നിങ്ങളെ ഉയർത്താനിടയാകും. അങ്ങനെ ഞാൻ താമസിക്കണം. കുട്ടിക്കാലമായിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിന്റെ സൈഡിൽ കൂടെ ഈ വിമാനം ഇങ്ങനെ പറന്നു വരും. അപ്പോ തീരപ്രദേശത്താണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തീരപ്രദേശത്തിന് അല്പം ഉള്ളില്. അപ്പോ ശ്രീലങ്ക ടു ട്രിവാൻഡ്രം വിമാനം പോകുന്ന എന്റെ വീട്ടിന്റെ മുകളിൽ കൂടെയാണ്. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, എയറോനോട്ടിക് എഞ്ചിനീയർ പഠിച്ചവരോട് ചോദിച്ചാൽ മനസ്സിലാവും, വിമാനത്താവളങ്ങളുടെ അകലം കുറയും തോറും വിമാനത്തിന്റെ പൊക്കം കുറഞ്ഞേ പറക്കും. അങ്ങനെയെങ്കിൽ ലോകത്തെ
ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ശ്രീലങ്ക ടു ട്രിവാൻഡ്രമാണ്. അങ്ങനെയെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് വിമാനം പൊങ്ങിയാൽ എൻ്റെ വീട്ടിന്റെ മുകളിലെത്തുമ്പോൾ ആ വിമാനം ചരിഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് താഴ്ന്നു തുടങ്ങും. അപ്പോഴേക്കും 2-3 മിനിറ്റിന്റെ വ്യത്യാസമാണ്. അപ്പോഴേക്കും ഞാൻ കുട്ടിക്കാലത്ത് എനിക്ക് ഡ്രസ്സൊന്നുമില്ല. അടുത്ത വീട്ടിലെ ഒരു നായര് പയ്യൻ തന്ന വലിയ പാൻറ്റൊക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. എൻ്റെ പാൻറ് ഒരു 10 വയസ്സുള്ള ഒരാളിന് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതിന് ബട്ടൺസും ഇല്ല, ഹൂക്കും ഇല്ല. അപ്പൊ അതിനെയൊക്കെ ഞാൻ ഇങ്ങനെ വച്ച് കെട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ മുമ്പോട്ട് പോകണം. അങ്ങനെ ഞാൻ വിമാനം കണ്ടിങ്ങനെ കൊതിച്ചിട്ട് പുറകെ ഓടുകയാണ്. ഓടി ഓടി പകലാണെങ്കിൽ വീല് കാണാം, രാത്രിയാണെങ്കിൽ അകത്ത് ആളുകൾ രൂപരേഖയായിട്ട് കാണാം. ഇതെല്ലാം കണ്ട് ഓടി ഒരു ദിവസം ഒന്ന് വീണു. അപ്പോഴേക്ക് സന്ധ്യയാണ്. അപ്പൊ അമ്മ ഒന്ന് നീ എന്തിനാണ് ഇങ്ങനെ നോക്കണത്? ഞാൻ പറഞ്ഞ വിമാനം നോക്കണം. അമ്മ നീ നിന്ന് നോക്ക്, ഇങ്ങനെ ഓടുന്ന എന്തിന്? കാരണം വീഴുന്നു. അവിടെ അമ്മ ഒപ്പം പോയതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനുള്ള യോഗമൊന്നുമില്ല. 3ാം ക്ലാസ്സുകാരിയാണ് അമ്മ. ദേഷ്യം വന്നാൽ നല്ല നാടൻ ഇംഗ്ലീഷും പറയും. അപ്പൊ അമ്മ പറഞ്ഞു നീ ഇതിങ്ങനെ നോക്കല്ലേ? ഞാൻ നോക്കും. അമ്മ അത് നോക്കല്ലേ? ഞാൻ നോക്കും. ഇവിടെ ഗതികെട്ടവനെ നോക്കരുത്. തുറപ്പ് തിരിച്ച് മാറി അമ്മ ആ തുറപ്പ് പൊട്ടുന്നവരെ, ചൂല് പൊട്ടുന്നവരെ എന്നെ അടിച്ചിട്ട് അമ്മ പറഞ്ഞു നീ ജീവിതത്തിൽ ഗുണം പിടിക്കൂല, ഇതൊക്കെ സ്വപ്നം കാണാൻ വേണ്ടി നടക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അന്ന് അമ്മ അത് പറഞ്ഞു. കാലം കഴിഞ്ഞു. 97 കല്യാണം, 99 വർഷം കഴിച്ചു. 2000 തുടക്കത്തിൽ വിശ്വാസം, 2002 തൊട്ട് പ്രസംഗകൻ, 2006 നവംബർ 20 ആവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ബൈബിൾ പറയുന്നത് 20-ാം സങ്കീർത്തനം എങ്ങനെയാണ്? കഷ്ടകാലത്ത് യഹോവ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ, അതിന്റെ 4-ാം വാക്യം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് അവൻ നൽകുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ 2006 നവംബർ 20-ാം തീയതി വ്യാഴാഴ്ച മുതൽ ഇന്നത്തെ 2024 ഇന്ന് സാക്ഷി പറയുന്ന ഈ നവംബർ മാസം ഇന്നത്തെ 21-ാം തീയതി വരെ വച്ച് നോക്കിയാൽ, പ്രിയ സഹോദരങ്ങളെ, ഏതൊരു ആകാശ നൗകയിൽ എനിക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞോ അതേ ആകാശ നൗകയാകുന്ന വിമാനത്തിലകത്ത് കയറി 29-ലധികം പ്രാവശ്യം കയറി വിദേശ രാഷ്ട്രങ്ങളിൽ ദൈവത്തിന്റെ വചനവുമായി പോകുവാൻ സ്വർഗത്തിൽ ദൈവം എന്നെ സഹായിപ്പാനിടയായി. സ്തോത്രം. അപ്പൊ അങ്ങനെ വിശ്വാസം, അങ്ങനെ ഞങ്ങൾ വളരെ പ്രയാസത്തിലായിരിക്കുകയാണ്. വാടക വീട്ടിൽ സങ്കടങ്ങളുടെ മേൽക്കൂര. അന്ന് ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിൽ വെള്ളമില്ല. കാരണം വെള്ളമില്ലാത്തെന്ന് വെച്ചാൽ അവിടെ കിണറ്റിൽ വെള്ളമില്ല. അതുകൊണ്ടാണ് അത് വാടകയ്ക്ക് കിട്ടിയത്. കാരണം അവിടെ ഒരു പൈശാചിക ബന്ധനമുള്ള ഭവനമാണ്, ഒരു റോമൻ കാത്തലിക്സ്. അപ്പൊ അവർക്ക് പ്രാർത്ഥിക്കുന്ന ഒരാളിനെ വേണം. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. ചെറിയൊരു വാടക മാത്രം, അഡ്വാൻസ് ഒന്നുമില്ല. അങ്ങനെ അന്ന് നിങ്ങൾക്ക് വരുമാന മാർഗം ഒന്നുമില്ല, പ്രസംഗനൊന്നും ആയിട്ടില്ല. കാരണം എങ്ങനെ പ്രസംഗിക്കണമെന്ന് അറിഞ്ഞുകൂടാ. സാക്ഷ്യം മാത്രമേ ഉള്ളൂ. ഒരു സാക്ഷ്യം ഒരു സ്ഥലത്ത് ഒരു ദിവസമല്ലേ കിട്ടൂ, പിന്നെ റിപ്പീറ്റേഷൻ വരില്ലല്ലോ. അങ്ങനെ ബുദ്ധിമുട്ടുകൾ, ഞെരുക്കത്തിന്റെ അപ്പവും കഷ്ടത്തിന്റെ കണ്ണീരുമായിരിക്കുന്ന കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വെള്ളമില്ല. 75 രൂപ കൊടുത്താൽ ഓട്ടോറിക്ഷയിൽ 500 ലിറ്ററിന്റെ വെള്ളം കൊണ്ടുവരും. അത് ഞങ്ങളുടെ ബക്കറ്റുകളിലൊക്കെ നിറയ്ക്കും. അപ്പോൾ കുളിക്കാൻ നിവർത്തിയില്ല. അപ്പൊ എന്ത് ചെയ്യുന്നത്? ഒരു ബക്കറ്റ് വെള്ളം നിറച്ചിട്ട് 4.25 വയസ്സുള്ളവനെ വലത് സൈഡ് നിർത്തും, 1.25 വയസ്സുള്ളവനെ ഇടത് സൈഡ് നിർത്തും. ഞാൻ നടുക്കുന്നിട്ട് ഒരു കപ്പ് കോരി എന്റെ തലയിൽ ഒഴിക്കും. ഇത് ചിതറി അവയുടെ ശരീരത്തിൽ വീഴും. അപ്പോഴേക്കും എത്രയാകും? അര ബക്കറ്റ് വെള്ളം കൊണ്ട് ഞങ്ങൾ മേല് കഴുകും, ദേഹം തേക്കും. തേച്ചതിന് ശേഷം പിന്നെ അര ബക്കറ്റ് വെള്ളം കോരി ഒഴിക്കും. അങ്ങനെ ഒരു ബക്കറ്റ് കൊണ്ടാണ് ഞങ്ങൾ 2004 കുളിച്ചുകൊണ്ടിരുന്നത്. കാലം കഴിഞ്ഞു. ഇന്ന് ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് 2 ടാങ്കും 5 പൈപ്പുമാണ് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. സ്തോത്രം. ദൈവം വെറും ഭൗതികം മാത്രം തരുന്ന ദൈവമല്ല. നമുക്ക് ഭൗതികവും ഒക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ആത്മീകത, നമ്മുടെ നിത്യജീവനാണ് വിഷയം. ഇവിടെ വീട് കിട്ടിയുണ്ടോ, കാറ് കിട്ടിയുണ്ടോ, ബംഗ്ലാവ് കിട്ടിയുണ്ടോ, ലോൺ പോയത് കൊണ്ടോ എന്നൊരു വിഷയമല്ല. അതൊക്കെ ബോണസാണ്. പക്ഷെ നമ്മൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണണം. അതാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് താമസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യമായി ഞാനായിരുന്ന സഭയിൽ 21 ഉപവസിക്കുകയാണ്. 21 ഉപവസിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ വിശ്വസ്തനാകയാൽ ഞാൻ നിന്നെ മാനിക്കും. അവിടെ ലോകം നമ്മളെ വിശ്വസ്തനെന്ന് കണ്ടില്ലെങ്കിൽ ദൈവം കണ്ടാൽ മതി. ദാവീദിനെ അഭിഷേകത്തിന് വരുമ്പോൾ പൊക്കം കുറഞ്ഞിരിക്കുന്ന ദാവീദിനെ അവിടെ ഇല്ല. മൂത്ത മകൻ ഏലിയാബ്, അബിനാദാബ്, ശമ്മ, ജോ, മെഗുമായ, സെവായ, കിതറായ 7 പേര് അവിടെ ഉണ്ട്. ശൗലിന്റെ പട്ടാളത്തിലെ കമാൻഡർ ഇൻ ചീഫും കുന്തമറിയുന്നവരും കുതിര ഓട്ടിക്കുന്നവരും ഒക്കെ ശക്തന്മാരായിരിക്കുമ്പോൾ അവരെയൊക്കെ ശമൂവേൽ കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഇവരെ ഒന്നും കണ്ടിട്ടില്ല. അകം കാണുന്ന സ്വർഗത്തിലെ ദൈവം കാട്ടിൽ കിടന്നവനെ വിളിച്ചു കൊണ്ടുവന്നു. നാട്ടിലുള്ളവർ യോഗ്യരല്ലാത്ത കൊണ്ടല്ലേ കാട്ടിൽ കിടന്നവനെ കൊണ്ടുവന്നത്. അങ്ങനെ ആ കാട്ടിലുള്ളവനെ കൊണ്ടുവന്ന് ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചു. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എങ്കിൽ പിന്നെ ശമൂവേലിനും ദൈവാത്മാവിനും അറിയില്ലേ ദാവീദ് കാട്ടിലാണെന്ന്? അവിടെ ചെന്ന് അഭിഷേകം ചെയ്താൽ പോരെ? പിന്നെ എന്തിന് ഇവിടെ വന്ന് അഭിഷേകം ചെയ്ത്? സ്വന്തം സഹോദരന്മാരുടെ മുമ്പിൽ നിർത്തി അഭിഷേകം ചെയ്യണം. നിന്ദിച്ചടുത്ത് മാനിക്കും. നിന്നെ മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചെടുത്ത് തല ഉയർത്തി നിർത്തുന്ന ദൈവമാണ് സ്വർഗത്തിലെ.
ശത്രുക്കൾക്ക് നടുവിൽ നിനക്ക് മേശ ഒരുക്കും. ശത്രു ഉണ്ടെങ്കിലേ ഒരു മേശ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ എന്ത് പറ്റി? അങ്ങനെ നീ വിശുദ്ധനായ വീട് തരുമെന്ന് പറഞ്ഞു. അന്ന് 1 രൂപയില്ല, വാടക വീട്ടിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു ദിവസം ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കനാല്, ആ കനാലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ കനാലിൽ വഴിയൊന്നുമില്ല, നിറച്ച് ശവക്കല്ലറകൾ നിറഞ്ഞൊരു ഭൂമി. അവിടെ എത്തുമ്പോൾ ദൈവാത്മ പറഞ്ഞു, ഈ ഭൂമിയാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത്. നേരത്തെ കർത്താവ് പറഞ്ഞു റോഡ് സൈഡിൽ തരാമെന്ന്. ഇപ്പൊ പറയുന്ന വഴിയില്ലാത്തടത്ത്. ഞാൻ പറഞ്ഞു വേണ്ട കർത്താവ്, വിശ്വാസികൾ പറഞ്ഞു പറ്റിക്കുന്നത് പോലെയാണല്ലോ ഇത്. എനിക്ക് വേണ്ട കർത്താവ്, ഇപ്പോൾ സമ്മതിക്കണം, സകലവും നന്മയ്ക്കായി മാറും. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഉപവാസം തീർന്ന 21-ന്റെ അന്ന് ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ എനിക്കൊരു ഫോൺ. ആ ഫോണിൽ ഞാൻ നോക്കുമ്പോൾ അത് ഞാൻ കേട്ട ആരാ? അതേപോലെ ഞാൻ ചെങ്ങന്നൂർ റോയിയാണ്. ഞാൻ പറഞ്ഞത് ചെങ്ങന്നൂർ നമ്പർ അല്ലല്ലോ. അതേപോലെ ഞാൻ വിദേശത്താണ്, UAE-യിലാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചിരുന്ന എന്തിനെന്നറിയാമോ? 21 ദിവസം എനിക്ക് വെളിപ്പാട് വേണം, എനിക്ക് അന്യഭാഷ വേണം, എനിക്ക് ദർശനം വേണം, എനിക്ക് പ്രവചനം വേണം, എനിക്ക് രോഗസൗഖ്യ വരം വേണം, അതിലുപരി ഒരാളിനെ കണ്ടാൽ വിവേചന വരം വേണം. ഇത്രയും പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ ഇദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവാത്മ പറഞ്ഞു, പറ, നിനക്കൊരു രോഗമുണ്ടെന്ന് പറ. എനിക്ക് പേടി, കാരണം എനിക്ക് രോഗസൗഖ്യവരത്തെ കുറിച്ച് അറിയില്ല. അതിനാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കർത്താവിന് പറ. ഞാൻ പേടിച്ചു ദൈവാത്മാവ് പറയും, നിങ്ങൾക്കൊരു രോഗമുണ്ട്. ഇത് കേട്ടത് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു രോഗമുണ്ട്, പക്ഷേ ഈ രോഗം മാറാൻ പ്രാർത്ഥിക്കണം. ദൈവാത്മാവിന് പറ, ബ്ലഡ് ക്യാൻസർ എന്ന് പറ, ബ്ലഡ് ക്യാൻസർ എന്ന് പറ. എനിക്ക് പറയാൻ പേടി, കാരണം എനിക്ക് പ്രവചനത്തെ കുറിച്ച് അറിയില്ലല്ലോ. കാരണം ആ 21 ഉപവസിക്കുന്നത് ലഭിച്ചു കഴിഞ്ഞ അറിയില്ല, അന്യഭാഷയെ കിട്ടിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ദൈവാത്മാ പറയും, നിങ്ങൾക്ക് ബ്ലഡ് ക്യാൻസർ ആണ്. സത്യമായും പേടിച്ചിരിക്കുകയാണ് ഞാൻ. മറുവശത്ത് അസഭ്യം വരുമോ എന്ന്, മറുവശത്ത് കരച്ചിലാണ്. അദ്ദേഹം പറഞ്ഞു, അതെ, എനിക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ട്. വർഷങ്ങളായി ഞാൻ കാനഡയ്ക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ഈ ബ്ലഡ് ക്യാൻസർ അസുഖം എനിക്ക് തടസ്സമാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. നിങ്ങൾ വലിയ വീടില്ലാത്ത ആളാണെന്ന്, വാടകയ്ക്ക് ഈ ആര് ഫോൺ നമ്പർ കൊടുത്തു എന്ന് ഇപ്പോഴും എനിക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചു. ഞാൻ പ്രാർത്ഥിക്കാം. എടുത്ത ചോറ് മാറ്റി വെച്ചു. ഇത് നോക്കണമേ, പിന്നെയും 3 ദിവസം കൂടെ ഉപവസിച്ചു. തിങ്കൾ, ചൊവ്വ, ബുധൻ, 3 ദിവസം. നമ്മൾ വചനം വായിക്കുമ്പോൾ ജോസഫിനോട് അപ്പൻ പറഞ്ഞു, ഹെബ്രോനിൽ നിന്ന് തിരിച്ചുകൊണ്ട് ഏതാനിൽ നിൽക്കുന്ന നിന്റെ സഹോദരങ്ങൾക്ക് കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവരില്ല, ദോതാനിലേക്ക് പോയി എന്ന് ഒരു വാർത്ത കേട്ടിട്ട് അങ്ങോട്ട് പോയി. അവിടെ പോകാൻ അച്ഛൻ പറഞ്ഞതല്ല. അച്ഛൻ പറഞ്ഞത് ആദ്യ സ്ഥലമാണ്. അവിടത്തേക്ക് 60 മൈലുണ്ട്, 5 മൈൽ 8 കിലോമീറ്റർ. അവിടുന്ന് പിന്നെയും പുള്ളി 8 മൈൽ കൂടെ പോയി. ആ 8 മൈൽ പോയത് സ്വന്തം ഇഷ്ടത്തിന്, അപ്പന് വേണ്ടിയാണ്. അപ്പന്റെ ഇഷ്ടത്തിനാണ് അത് പോയത്, അപ്പൻ പറഞ്ഞിട്ടല്ല പോയത്. അപ്പന് വേണ്ടി പോയപ്പോഴാണ് കുഴിക്കകത്തായതെങ്കിലും ആ കുഴി പിന്നീട് കൊട്ടാരമായി മാറി. അപ്പൊ ദൈവഹിതം ചെയ്യുന്നവരെ ദൈവം എന്ന് മാനിക്കും. ഇസ്രായേലിന്റെ ഇടയശ്രേഷ്ഠനാകുന്ന ദൈവത്തിന് അന്ന് അവൻ 5 അപ്പവും 2 മീനും കൊണ്ട് കൊടുത്തില്ലേ പയ്യൻ. അവന്റെ അനന്തര തലമുറയാണ് ഇസ്രായേൽ ഏറ്റവും സമ്പന്ന കുടുംബം. ബെഞ്ചമിൻ നെഹമ്യാവ് എന്നറിയപ്പെടുന്ന അവിടുത്തെ പ്രധാനമന്ത്രിയുടെ അനന്തര കുടുംബം അതാണെന്ന് ഞാൻ പുസ്തകത്തിൽ വായിക്കാനിടയായി. പ്രിയ സഹോ, ദൈവത്തിന് കർത്താവിന് കൊടുക്കുന്ന കയ്യടിയും, കർത്താവിന് കൊടുക്കുന്ന കണ്ണീരും, കർത്താവിന് കൊടുക്കുന്ന കാണിക്കയും കർത്താവ് കുറിച്ചു വെക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രതിഫലവുമായി മടങ്ങി വരും. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. കർത്താവ് പറഞ്ഞാൽ ഉവ് അല്ലെങ്കിൽ ഇല്ല, ഒറ്റ മറുപടിയേ ഉള്ളൂ. അങ്ങനെ ഇവിടെ പുള്ളിക്കാരനുണ്ട്. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു. തിങ്കൾ, ചൊവ്വ, ബുധൻ വീണ്ടും ഞങ്ങൾ ഉപവസിച്ചു 24 ദിവസം. അപ്പൊ ഉപവാസം കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം അദ്ദേഹം ബ്ലഡ് കൊടുത്തിരുന്നു. നേരത്തെ കൊടുത്തിരുന്ന ബ്ലഡിന്റെ റിസൾട്ട് ബുധനാഴ്ച വൈകിട്ട് വന്നു. റിസൾട്ടിന്റെ മറുപടി അല്ലെങ്കിൽ ബ്ലഡ് റിസൾട്ട് ഇങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ പൂർണ്ണമായും ദൈവം മാറ്റിയിരിക്കുന്നു. സ്തോത്രം. അപ്പോ അതുകൊണ്ട് കാനഡയിലേക്ക് പോകാനുള്ള ഇതായി. അപ്പോഴേക്കും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു, അസുഖം മാറിയ എനിക്ക് ഭൂമി വാങ്ങി തരാം എന്നുള്ളത്. പക്ഷെ അതൊന്നും ഞാൻ വലുതായിട്ട് വിശ്വസിച്ചില്ല. കാരണം അങ്ങനെ ആരും കാര്യം വിശ്വസത്തിലെടുക്കാനുള്ള അനുഭവങ്ങൾ ആയിരുന്നില്ല എനിക്ക്. അങ്ങനെ വന്നപ്പോ അദ്ദേഹം ആ ദിവസം തന്നെ അദ്ദേഹം എനിക്ക് വസ്തു വാങ്ങാനും ഭൂമിക്ക് ഇടപാട് ചെയ്യേണ്ട പൈസയും അയച്ചു തരാനിടയായി. നേരത്തെ പറഞ്ഞ ആ കല്ലറകൾ നിറഞ്ഞ ഭൂമി ഇടപാട് ചെയ്തു. അന്നാണ് ജീവിതത്തിൽ ആദ്യമായി ഞാൻ കിടന്നുറങ്ങുന്നത്, വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ അവിടെയുള്ളവർ പെട്ടെന്ന് വരാൻ പറഞ്ഞു. വന്നപ്പോൾ ആ വസ്തുവിൽ പോലീസും ആളുകളും ഒക്കെ നിൽക്കുന്നു. എന്തെന്ന് ചോദിച്ചപ്പം ആ ഭാഗത്ത് കയറ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ ഭൂമിയിൽ എന്തിനു കയറ് കെട്ടി വെച്ചിരിക്കുന്നത്? ഞാൻ വെച്ചു ഈ തന്നവരുടെ ബന്ധുക്കൾ കേസ് എന്തോ ഉണ്ടാക്കിയതാണ്. അല്ല, സംഭവം എന്തെന്ന് വെച്ചാൽ ഇത് കനാലിന്റെ സൈഡിലായതുകൊണ്ട് കേരളത്തിലൊരു നിയമമുണ്ട്, ഈ കനാലുകളുടെ ഒരു വശം എന്നായാലും റോഡായി മാറും. അങ്ങനെ ഇന്നലെ ഞാൻ വാങ്ങിയ ഭൂമി ഇന്ന് രാവിലെ റോഡായി മാറുകയാണ് ചെയ്തത്. സ്തോത്രം. ദൈവം വിശ്വസ്തനാണ്. നിന്റെ വീട്ടിൽ, കേൾക്കുന്നവന്റെ വീട്ടിൽ ഒരാൾ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്നാൽ ഈ രാജ്യത്തിന്റെ നിയമം മാറ്റി നിന്നെ അനുഗ്രഹിക്കാൻ, നിനക്ക് വേണ്ടി അനുഗ്രഹം തരുവാൻ ദൈവം മതിയായ. മോശയെ
അവിടുന്ന് കണ്ടു കിട്ടിയപ്പോ ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ അമ്മയെ ഏൽപ്പിച്ചു. തിരിച്ചൊരിക്കലും കുട്ടിയെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല വെള്ളത്തിലൊഴുക്കിയത്. പക്ഷെ കുട്ടിയെ കിട്ടിയെന്ന് മാത്രമല്ല, പാല് കൊടുത്തതിന് പൈസയും കിട്ടി. ലോകത്ത് സ്വന്തം കുഞ്ഞിന് പാല് കൊടുത്തതിന് ശമ്പളം കിട്ടിയ ഒരു അമ്മ ഉണ്ടെങ്കിൽ അത് മോശയുടെ അമ്മ മാത്രമേ ഉള്ളൂ. ലോകത്ത് വേറൊരു അമ്മയ്ക്കും കിട്ടിയിട്ടില്ല. മാത്രമല്ല, ഈ കുട്ടിക്ക് ഫുഡ് അറേഞ്ച് ചെയ്യണ്ടേ, മാസം തോറും പൈസ കൊടുക്കാൻ പറ്റുമോ? വഴിയില്ലാതെ കൊണ്ട് അവിടെ പിന്നെ രഥം ഓടുന്ന വഴിയായില്ലേ, അവിടെ കറണ്ട് ഇല്ലാതെ കറണ്ടായില്ലേ, വെറും ഓല വീട് വലിയ ടെറസായില്ലേ, പിന്നെ അന്ന് വരെയുള്ള പഴങ്കഞ്ഞി മാറി കോംപ്ലാനും കോംപ്ലക്സും അമൂലും ഒക്കെ ആയി മാറിയില്ലേ? എന്തുകൊണ്ട്? അന്ന് ആ കുട്ടി മോശ ഒരുത്തൻ ദൈവകൃപയിൽ അവിടെ ഉള്ളത് കൊണ്ടാണ്. അവന് വേണ്ടി ഉണ്ടാക്കിയ ഫുഡ് അവന്റെ അപ്പനും അമ്മയും കഴിച്ചു, മിരിയാം കഴിച്ചു, ഇളയവൻ കഴിച്ചു, ചേട്ടൻ കഴിച്ചു, അങ്ങനെ അഗരോനും കഴിച്ചു. മനസ്സിലായില്ലേ? മിരിയാമും കഴിച്ചു. ഇതുവരെ എന്തെന്ന് കണ്ടിട്ടില്ലാത്ത ഒരു സമൃദ്ധിയായ ഫുഡ് കഴിച്ചു. ഒരാൾ ഒരു വീട്ടിൽ വിശ്വത്തോടെ നിന്നാൽ അവൻ മുഖാന്തരം ആ കുടുംബത്തെ മൊത്തം സഹായിക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നെ അറിയാത്തവരെ, എന്നെ കേൾക്കുന്നവരെ, യേശുവിനെ അറിയാത്തവരെ, അറിഞ്ഞവരെ, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്തണം. പത്രോസിനോട് പറഞ്ഞു, കരയിൽ നിന്നും അല്പം നീക്കണം, ഒരുപാട് വേണ്ട. ഇന്നലത്തേക്കാൾ അല്പം കൂടെ പ്രാർത്ഥന, ഇന്നലത്തേക്കാൾ അല്പം കൂടെ യാചന, ഇന്നലത്തേക്കാൾ അല്പം കൂടെ സമർപ്പണം. വിശ്വാസ ജീവിതത്തിൽ വന്നാൽ ദൈവം നിന്നെ മാനിക്കും, നിന്നെ ഉയർത്തും. ശത്രുക്കൾക്ക് നടുവിൽ മേശ ഒരുക്കും. നമ്മുടെ മുഖത്തെ ചിരി കാണാനാണ് കർത്താവ് ഇത്രയും കഷ്ടം അനുഭവിച്ചത്. അങ്ങനെ വീട് കിട്ടി, അവിടെ താമസിക്കുന്നു. പിന്നത്തേതില് പല പ്രാർത്ഥനകളിൽ ദൈവം അത്ഭുതകരമായ വിടുതലൊക്കെ കൊടുത്തത് കൊണ്ട് സ്വർഗത്തിൽ പല വിധത്തിലുള്ള ആളുകൾ, പല നല്ല വിശ്വാസത്തിലുള്ളവരൊക്കെ സഹായങ്ങൾ കൊണ്ടൊക്കെ ഒരു ചെറിയ വീട് വയ്പ്പാൻ ഇടയായി. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടുത്തെ വിദേശ രാജ്യത്ത് പോകാനുള്ള സമയമാകുന്നത്. അങ്ങനെ ഈ 8.5 സെന്റ് വസ്തുവും വീടും ഒരു ബാങ്കിൽ പണയം വെച്ചിട്ടാണ് പോയത്. പക്ഷെ അത് 1 വർഷം കൊണ്ടുള്ള ലോണാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് 1 വർഷം കൊണ്ട് അടയ്ക്കണമെന്ന് അറിഞ്ഞില്ല, ശ്രദ്ധിക്കാതെയാണ്. അപ്പൊ ഞാൻ 2 വർഷത്തോളം നിൽക്കാനാണ് പോയത് ഖത്തറിലേക്ക്. അങ്ങനെ അവിടെ പോകുമ്പോൾ 14 മാസം കഴിയുമ്പോൾ ഈ ലോണ് ജപ്തിയായപ്പോൾ വലിയ സങ്കടമായി. എൻ്റെ ഭാര്യ തമിഴ്നാട്ടുകാരി ആയതുകൊണ്ട് വലിയ പുറത്തുള്ള ബന്ധങ്ങളൊക്കെ കുറവാണ്. അപ്പൊ ഭയങ്കര കരച്ചിലായി. ഞാൻ വേഗത്തിൽ വന്നപ്പോൾ നോട്ടീസ് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്, തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് വീട് കൊണ്ടുപോകും. അങ്ങനെ 2008 ഫെബ്രുവരി 29 ആ വർഷം 29 ഉണ്ട്. അങ്ങനെ ഞാൻ ബോർഡ് എടുത്ത് കനാലിലെറിഞ്ഞു. കനാലിൽ അതൊഴുകി അറബിക്കടലിൽ പോയി. അവസാനം ബന്ധുക്കൾ ചാർച്ചക്കാരെയൊക്കെ നോക്കിപ്പോയി. പലരും സ്തോത്രം പറയുന്നവരുടെ സൂത്രമൊക്കെ മനസ്സിലാക്കിയ സന്ദർഭങ്ങളാണ്. അങ്ങനെ വലിയ സങ്കടത്തിലായി. അവസാനം 27, 28, 29 3 ദിവസം ഞങ്ങൾ ഉപവസിക്കാൻ തുടങ്ങി. അങ്ങനെ ഭാര്യയോട് ദൈവാത്മ പറഞ്ഞു, ഈ ഭൂമി ഞാൻ നിങ്ങൾക്ക് തന്നെങ്കിൽ ശത്രു തൊടില്ല. എന്നോട് പറഞ്ഞു 2-ാം ദിവസം, അപ്പൊ ഞാൻ സകലയിടത്തിന് ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? 29-ാം ദിവസം വീട് ഞങ്ങൾ അവസാനത്തെ നിവൃത്തിയായിട്ട് ഉപവസിക്കുകയാണ്. 29 എന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭൗതികമായ ആത്മിക കാര്യങ്ങൾ നടത്തി തരും ദൈവമല്ലേ, ഞാൻ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ നടത്തി തരും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്ന് ഫെബ്രുവരി മാസം 29-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് അത് ലോൺ അടച്ചില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ഇറങ്ങിപ്പോണം. അതാണ് അവസ്ഥ. അങ്ങനെ ഞാൻ രാത്രി ആയപ്പോൾ പറഞ്ഞു, നമുക്ക് പഴയതുപോലെ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുക, വാടക വെട്ടി വീണ്ടും പോകാം. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എനിക്ക് 5-ാം തീയതി തിരിച്ചു പോകണം. അപ്പൊ ഭാര്യ ഒന്നും എടുക്കാൻ പറ്റൂല, ബാങ്കുകാർ പോലീസിനെയും കൊണ്ടുവന്ന് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എഴുതിയെടുത്തോണ്ട് പോയി, ഇതിലൊന്നും എടുക്കാൻ പറ്റില്ല. അതാണ് താപര ജംഗമ വസ്തു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വലിയ സങ്കടത്തിലായി. സങ്കടപ്പെട്ട് 7 മണിയായപ്പോ എൻ്റെ ഒരു കൂട്ടുകാരൻ ഫോൺ വിളിച്ചിട്ട്, ലോൺ എന്താ? ഞാൻ ലോൺ എന്താവാൻ, എൻ്റെ ലോണ് അത് വീട് പോവും, നാളെ ഞങ്ങൾ പഴയ വാടക വീട്ടിൽ പോകണം. പറഞ്ഞ് റേഡിയോ ഉണ്ടോ? ഇല്ല. TV ഉണ്ടോ? ഇല്ല. അടുത്ത 2008 അടുത്ത വീട്ടിൽ TV ഉണ്ട്. ഞാൻ അവിടെ ചെന്നു. അപ്പോഴേക്ക് ദൂരദർശൻ കേന്ദ്ര ട്രിവാൻഡ്രത്തിന്റെ പ്രധാനപ്പെട്ട വാർത്ത നടക്കുകയാണ്. ഞാനിങ്ങനെ TV നോക്കുമ്പോൾ അത് ക്രിക്കറ്റാണ്. ഞാൻ മെല്ലട അവ പറഞ്ഞു, ഇല്ല, ലോണിന്റെ ഒരു കാര്യം അതിലുണ്ട്. ഞാൻ നോക്കി അടിയിൽ പ്രധാന വാർത്തയ്ക്ക് മുമ്പ് എഴുതി കാണിക്കുകയാണ്, അന്ന് വയനാട്ടിലും കാസർഗോഡും കർഷകന്മാർ കടം കയറി ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ മൻമോഹൻ സിംഗാണ് ഭരിക്കുന്നത്. സോണിയാഗാന്ധി പറഞ്ഞതുകൊണ്ട് അവരൊരു പുതിയ നിയമം ഉണ്ടാക്കി. എന്താണെന്നറിയാം? നിയമം 2008 ഫെബ്രുവരി 29-ാം തീയതി 6:50 ഉണ്ടാക്കിയ നിയമമാണ്. 1 ലക്ഷം രൂപയ്ക്ക് താഴെ കാർഷിക ലോൺ എടുത്ത എല്ലാ ബാങ്ക് ലോണുകളും കേന്ദ്ര സർക്കാർ എഴുതി തള്ളി. നാളെ രാവിലെ ഇറങ്ങാനിരിക്കുമ്പോൾ തലേ ദിവസം, അതായത് അന്ന് ഞാൻ വിചാരിച്ച എല്ലാവർക്കും എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയാണ്. അല്ല, ഇന്ന് എനിക്കറിയാം, എനിക്ക് വേണ്ടി എഴുതി എല്ലാവർക്കും അതിന്റെ ആനുകൂല്യം കിട്ടി. നമ്മൾ ഒരാൾ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ നമുക്ക് വേണ്ടി ഈ സംസ്ഥാനത്തിന്റെ നിയമം, ഈ ലോകത്തിന്റെ നിയമം, ഈ രാജ്യത്തിന്റെ നിയമം മാറ്റുവാൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് കഴിയും. അങ്ങനെ ആ വീട് സ്വന്തമായി. പിന്നെ വീണ്ടും തുടർന്ന് അവിടെ താമസിക്കുന്നു. കുഞ്ഞുങ്ങള് പഠിക്കുന്നു. അങ്ങനെ മൂത്ത മകൻ ഏകദേശം 25 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇളയാൾ 21 വയസ്സ്. രണ്ടുപേരും പഠിക്കുകയാണ്, പഠിത്തത്തിലായിരിക്കുന്നു. അടിയനും ഭാര്യയും കുടുംബമായി ശുശ്രൂഷ ചെയ്യുന്നു. ഭാര്യ ഇതുപോലെ യൂട്യൂബിലും പ്രസംഗവേദിയിലും ഒക്കെ സംസാരിക്കുന്ന ആളാണ്. ദൈവം അനുവദിച്ചാൽ മറ്റൊരു സമയത്ത് അങ്ങനെ ഒന്നിച്ചാകാം. അപ്പോ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്നും ഇറങ്ങി വിശ്വാസത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട്
കല്യാണ വീട്, മരണ വീട്, പാലുകാച്ച് ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ശരിക്കും ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. കരഞ്ഞ് വേദനയോടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ആദ്യകാലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് ചെന്ന ഇടങ്ങളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഒരു വൈരാഗ്യമുള്ള ആളായിരുന്നു, അറിയാവുന്നവർ പലരും അംഗീകരിച്ചില്ല. അങ്ങനെ സങ്കടങ്ങളും വേദനകളും ഒക്കെ ആയി ഒരുപാട് ബുദ്ധിമുട്ട്. ഇന്ന് വിശ്വാസി ആയി എൻ്റെ ഭാര്യയുടെയും എൻ്റെയൊക്കെ ബന്ധുക്കളുടെ വീടുകളിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ വിശ്വസ്തരും വിശ്വാസികളുമാണെന്നുള്ളത് അറിയാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ മുമ്പോട്ട് വന്നു. പിന്നെ മകൻ, അപ്പൊ ഞങ്ങള് ക്രിസ്ത്യൻസ് ആയപ്പോ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ സമുദായ സർട്ടിഫിക്കറ്റ് തിരുത്തി എന്നുള്ളതാണ്. അപ്പൊ വിശ്വകർമ്മ എന്നാൽ ഹിന്ദുക്കളാണ്, പക്ഷെ അത് ഞങ്ങൾ ക്രിസ്ത്യാനിയാക്കി മാറ്റി. കാരണം ഹിന്ദു ആനുകൂല്യം വാങ്ങുന്നത് വചനവിരുദ്ധമാണെന്ന് തോന്നിയത് കൊണ്ട്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ OBC-യിലും അല്ല, OEC-യിലും അല്ല, ഫോർവേഡ് ബ്ലോക്കിലും അല്ല, ബാക്ക്വേർഡ് ബ്ലോക്കിലും അല്ലാത്തൊരവസ്ഥയായി. അങ്ങനെ അഡ്മിഷൻ മക്കൾക്ക് കിട്ടാതായി. കാരണം എവിടെയും ചെല്ലുമ്പോൾ വിശ്വകർമ്മ എന്ന് വെച്ചാൽ ഇപ്പുറത്ത് ഹിന്ദു വരും. ഇന്ത്യയിൽ ഹരിജൻസ് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഉണ്ട്, ഇന്ത്യയിൽ നാടാർ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഉണ്ട്, പക്ഷെ വിശ്വകർമ്മ ഹിന്ദു മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ വലിയ പ്രശ്നമായി. അങ്ങനെ അഡ്മിഷൻ കിട്ടാതെ 4 വർഷത്തോളം എൻ്റെ മകൻ പാടുപെട്ടു. കഴിഞ്ഞ വീട്ടിനടുത്തുള്ള ഒരു കോളേജിൽ ഒരു സ്പോർട്സ് കോട്ടയിൽ സ്പോർട്സ് അഡ്മിഷൻ വരാനുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി. അതിൽ ജാതിയും മതവും ഒന്നും നോക്കാതെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അവന്റെ അഡ്മിഷൻ കൊടുക്കാൻ ഇടയായി. അങ്ങനെ അവൻ ആയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് സാക്ഷികൾ പറയാണ്. ദൈവം നമ്മളെ വിളിച്ചാൽ നമുക്ക് ജീവനും വ്യക്തിക്കും ആവശ്യമായത് തരും. ദൈവം നമ്മെ തൻ്റെ രക്തത്താൽ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവമാണ്. മരണത്തിന്റെ അല്ലെങ്കിൽ മരണത്തിൽ നീക്കുപോക്കും കർത്താവിലാണ്. അപ്പൊ ഞാൻ കുറെ കാലത്തിന് മുമ്പ് പിന്നെ നേരകളിലൊരു സ്ഥലത്ത് മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ ഒരു പിശാച് ഭയങ്കരമായിട്ട് ഇളകി. അപ്പൊ ഇളകിയപ്പോ സത്യം പറഞ്ഞ ശുശ്രൂഷയിൽ വന്ന സമയമാണ്. പിശാച് ഇളകിയതിന് കാരണം എന്ന് വെച്ചാൽ അവിടെ ഞാനൊരു ചർച്ച പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു കുറെ പെൺകുട്ടികളിരിക്കുകയാണ്. 11, 12, 13, 14, 15, 16, 17, 19 വയസ്സുള്ള ഒരു 10-20 പിള്ളേർ മുമ്പിലിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതിലൊരാളിൽ നിങ്ങൾക്ക് പിശാചുണ്ട്, ദൈവം മാറ്റുന്നത്. അപ്പൊ സഭ മൊത്തം ആരാய்ச்சி. കാരണം അവിടെ ഒരു പെൺകുട്ടിക്ക് പൈശാചിക ബാധയുണ്ട്. അപ്പൊ അവിടുത്തെ പാസ്റ്റർ പിറ്റേന്ന് വരാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് പിശാചിനെ ഒഴിപ്പിക്കാൻ അറിഞ്ഞൂടാ. ഒരു മീറ്റിംഗ് കിട്ടുമല്ലോ എന്നുള്ളതിലാണ് ചെന്നത്. അപ്പോൾ ഉപവാസം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ഇതിൽ ആരാണ് ഈ പിശാചുള്ളത്? അദ്ദേഹം പറയുന്നില്ല. അപ്പൊ ഞാൻ തന്നെ നോക്കി, ഒരു വീട്ടിനകത്താണ്. ഏറ്റവും നന്നായി കൈയടിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തെങ്കിരുന്നു. കണ്ണടച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ശബ്ദം, കൊലക്കൈട്ടടിക്കും പോലെ. ഒരു കണ്ണ് തുറന്നു നോക്കിയപ്പോ ഈ ഏറ്റവും കൂടുതൽ കൈയടിച്ച കുട്ടിക്കാണ് പിശാച്. അവള് പറഞ്ഞു, ഇടാ പോടാ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വിളിക്കും, എനിക്ക് രക്തം വേണം, രക്തം വേണമെന്ന്. ഞാൻ പറഞ്ഞു, ശരി, നെഗറ്റീവ് രക്തം ഞാൻ തരാം, കുടിച്ചിട്ട് പോകും. പക്ഷെ അവൾ പറഞ്ഞില്ല, എനിക്ക് ഇന്ന ഷീബയുടെ രക്തം വേണം. അങ്ങനെ ഭയങ്കര ബഹളമായി നാട്ടുകാരെ. ഇപ്പൊ ഞാൻ അച്ഛന്റെ രക്തം മതി, അച്ഛന്റെ പുറത്ത് ചാടി. അമ്മയുടെ രക്തം മതി, അമ്മയുടെ പുറത്ത് ചാടി. അവിടെ ഇരുന്ന കുട്ടികളുടെ ഒക്കെ പുറത്ത് ചാടി രക്തം കുടിക്കാൻ. അവസാനം ഞാനും ഉണ്ട്, പാസ്റ്ററും ഉണ്ട്. എന്റെ രക്തം വേണമെന്ന് ഞാൻ ചോദിക്കും, ഈ കൊച്ചെന്റെ പുറത്ത് ചാടും. ഇതോടെ എന്റെ ശുശ്രൂഷ തീരും. എനിക്ക് മനസ്സിലായി. ഞാൻ പാസ്റ്ററോട് പറഞ്ഞ് കണ്ണടയ്ക്കാൻ പറഞ്ഞു. എന്റെ ഉദ്ദേശം പാസ്റ്റർ കണ്ണടയ്ക്കുമ്പോൾ ബാഗ് എടുത്തോണ്ട് ഇറങ്ങി പതുക്കെ പോകണം, ഇതായിരുന്നു എന്റെ ഉദ്ദേശം. പാസ്റ്റർ പാവം കണ്ണടച്ചിരുന്നു. ഞാൻ പതുക്കെ ചോദിച്ചു ഈ കുട്ടിയോട്, കാരണം ഇങ്ങനെ ഓടാൻ നിൽക്കുമ്പോൾ നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്റെ രക്തം മതിയോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പെൺകുട്ടി പറഞ്ഞത്, ഞാൻ പോണം, ഇതുവരെ പോകില്ലെന്ന്. ഞാൻ എന്ത് അല്ല, ഞാൻ പോണം. ഞാൻ നീ പോണ കാര്യം പറ, 24 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക്, നീ രക്തം വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കുന്ന കുട്ടികൾ കഴിക്കും, എനിക്ക് രക്തത്തിനൊരു രോഗമാണ്. അപ്പോഴേക്ക് പെൺകുട്ടി പറഞ്ഞു, ഇല്ല എനിക്ക് രക്തം വേണ്ട, ഞാൻ പോണം. എന്ത് കാര്യം? അങ്ങനെ പറഞ്ഞു, ഞാൻ കുടി വേണ്ട, ദൈവദാസനെ. നേരത്തെ ഇടാ പോടാന്നൊക്കെയാണ് വിളിച്ചത്. അവസാനം, അല്ലയോ ദൈവദാസനെ, നിങ്ങളുടെ രക്തം കുടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളുടെ രക്തം കുടിക്കാനായി ഞാൻ നിങ്ങളുടെ രക്തത്തിനകത്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടു, നിങ്ങളുടെ രക്തത്തിനകത്ത് കാൽവരി കൊലക്കളത്തിലെ രക്തവും കലർന്ന് കിടക്കുകയാണ്. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഒരു ആപ്പ ഉപ്പകളല്ല, ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ദൈവത്തെ വിലയം പ്രാപിച്ചാൽ, യേശുവിനെ ഇറുകെ പിടിച്ചാൽ, നിനക്ക് വേണ്ടി നിന്റെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം അതിന്റെ പുറകെ പോണ്ട, അത് വരും. മോശ പണ്ട് പെട്ടകം ഉണ്ടാക്കിയപ്പോ ആ മകൻ ചോദിച്ചത്, ഇത് എവിടെ ഇറക്കാനാണ് അപ്പാ പെട്ടകം? 6.25 കിലോമീറ്ററോളം നീളമുള്ള ഒരു ട്രെയിനിനെ മടക്കി കൊണ്ടുവച്ചാൽ വരുന്ന അത്രയും നീളമാണ് ഇതിന്. 75 അടി ഏകദേശം. അപ്പോൾ 4 നില കൂടുതൽ വലിപ്പമുള്ള ഇതെവിടെ ഇറക്കും? വലത്തോട്ട് നോക്കിയപ്പോൾ 400
മൈൽ 5 മൈൽ 8 കിലോമീറ്ററാണ്. 400 മൈൽ വെറും മണല്, ഇടത്തോട്ട് 400 മൈൽ മണല്, കിഴക്കോട്ട് മണല്, പടിഞ്ഞാറോട്ട് മണല് എന്ന് പറഞ്ഞാൽ 1600 മൈൽ ദൂരം വെറും മണ്ണ് കിടക്കുന്ന ഇതിൽ എവിടെ ഇറക്കും അച്ഛാ എന്ന് അന്നത്തെ ന്യൂ ജനറേഷൻ ക്ഷയം കേട്ടപ്പോ അപ്പനൊരു മറുപടി പറഞ്ഞു. നേരെ പുസ്തകത്തിൽ വായിച്ചാണ്. എന്താണ് അങ്ങനെ, അല്ലെങ്കിൽ ഭാവനയായിരിക്കാം, എന്താണ് കാര്യം, ഇതൊന്നും വെള്ളമില്ല. അപ്പൊ പറഞ്ഞു, പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞ നിന്റെ അപ്പനല്ലടാ, എന്റെ അപ്പനായ സർവശക്തനായ ദൈവമാണ്. പെട്ടകം ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞെങ്കിൽ സമയമാകുമ്പോൾ വെള്ളം ഇവിടെ വരും, വെള്ളം ഇവിടെ വരും, നന്മ ഇവിടെ വരും, വീട്ടിൽ വരും, നിന്റെ വിദ്യാഭ്യാസത്തിൽ വരും, നിന്റെ തൊഴിൽ വരും, നിന്റെ ഉപജീവനത്തിൽ വരും, നിന്റെ ശുശ്രൂഷയിൽ വരും. പ്രിയ സഹോദരി സഹോദര, ഉറച്ചു നിന്നാൽ ദൈവം നിന്നെ വിടുവിപ്പാനിടയാകും. സ്തോത്രം. അങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ പൈശാചികമായ ഒഴിപ്പിക്കുന്ന ശുശ്രൂഷയൊക്കെ പോകാനിടയായത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പിശാച് ഒഴിഞ്ഞു പോകുമ്പോഴും ബാധ മാറുമ്പോഴും ഒരു രോഗസൗഖ്യം വരുമ്പോഴും ഒക്കെ അത്ഭുതപ്പെടാറുണ്ട്. ദൈവമേ, നമുക്കിത് കഴിയുന്നു. ഒരിക്കലും നമ്മുടെ കഴിവല്ല, ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. അത് വെച്ച് ഞാൻ അഹങ്കരിക്കുകയോ, ഞാൻ പ്രാർത്ഥിച്ച് വിസ വന്നെന്ന് പറയാനോ, ഞാൻ പ്രാർത്ഥിച്ച് ജോലി കിട്ടിയെന്ന് പറയാനോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ നടന്നു എന്ന് പറയാൻ നമുക്കൊരു അധികാരമില്ല. ദൈവം നൽകുന്ന ദാനമാണ്. നമ്മളൊരു മീഡിയ മാത്രമാണ്, നമ്മളൊരു മധ്യസ്ഥത മാത്രമാണ്. അത് സൗഖ്യം കൊടുക്കണമോ വേണ്ടേ എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കുന്നു. ഇപ്പൊ അടുത്ത കാലം വരെ വിദേശ രാജ്യത്ത് ശുശ്രൂഷയുമായിട്ടായിരുന്നു, ഇപ്പോ നാട്ടിലുണ്ട്. അപ്പൊ ഇനി ഒരു മടക്കയാത്ര ഇല്ല, ഇനി വിദേശയാത്ര ഇല്ല. ഇവിടെ തന്നെ കൂടുതൽ ശുശ്രൂഷയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. സൂമിലൂടെയുള്ള സാക്ഷ്യം ഇതോടെ നിർത്തുകയാണ്. അധികം പറയാൻ ഒരുപാടുണ്ട് എങ്കിലും തൽക്കാലം നിർത്തുന്നു. മറ്റൊരു അവസരത്തിൽ ഭാര്യ കൂടുതൽ സാക്ഷ്യങ്ങൾ പറയും. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന വചനദീപ്തിയുടെ സംഘാടകർ, വിശേഷാൽ ബീന തോമസ് സിസ്റ്റർക്ക് നന്ദി പറയുന്നു. എന്നെ ഇനി കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കൂടുതൽ സംശയങ്ങളോ വിവരങ്ങളോ അറിയണമെങ്കിൽ സിസ്റ്റർ മുഖാന്തരം ബന്ധപ്പെടുക. കൂടുതൽ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തു നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടോ പ്രയാസവേളയിൽ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ ഏകണേ ദാസരിൽ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര നല്ലവൻ. പ്രിയര് കൈവിട്ടാലും, ബന്ധങ്ങൾ കൈവിട്ടാലും, സ്വന്തങ്ങൾ കൈവിട്ടാലും കൈവിടാത്തൊരു നല്ല നാഥൻ. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ മരുഭൂയാത്രയിൽ തളർന്നു പോകാതെ നിൽക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്തദാസനെ അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ക്രിസ്തീയ ജീവിതം വിഭിന്നങ്ങളായ അനുഭവങ്ങളാൽ നിറയപ്പെട്ടതാണ്.
എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. അത്രമാത്രം അനുഭവ സാക്ഷ്യം. ഞാൻ വളരെ സന്തോഷിക്കുകയായിരുന്നു. ഒരു ക്രൈസ്തവ വിരോധിയെ ഹല്ലേലൂയ ആമേൻ ക്രിസ്തു സ്നേഹിയാക്കി തീർക്കുവാൻ ദൈവം എത്ര കരുണ കാണിച്ചു. ഒരിക്കലും നമ്മൾ മനുഷ്യ ചിന്തയിൽ ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിതം സുവിശേഷത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുവാൻ, അനേകായിരങ്ങൾക്ക് ആശ്വാസമായി മാറുവാൻ ഇടയാക്കി. അതിനിടയിൽ താൻ പറയുവാനിടയായി, നിരാശ കൊണ്ട് വിഷം കഴിച്ച് ഹല്ലേലൂയ ഒരു അബോധാവസ്ഥയിൽ എത്തിയ അനുഭവം. ദൈവം ഹല്ലേലൂയ ദൈവവചനം പറയുന്നത്, ആമേൻ, നീ വിഷമയമായിട്ടുള്ളത് എന്തു ഭക്ഷിച്ചാലും യാതൊരു ജീവഹാനിയും ഭവിക്കയില്ലെന്ന്. കാരണം കർത്താവിന്റെ ദാസനെ കർത്താവിന് ഉപയോഗിക്കുവാൻ ഉണ്ടായിരുന്നു. ഇന്ന് ആ ദൈവിക വാഗ്ദത്തങ്ങൾ അതേ താൻ നിവർത്തിച്ചുകൊണ്ടിരിക്കുക. കർത്തദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ആമേൻ. ഒരു പൊതിയാണ് തന്നെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. ലോകപ്രകാരം ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ആ പൊതി കത്തിച്ചു കളയുവാൻ ഇടയായി എങ്കിലും പിന്നീട് അത് ചുമക്കുവാൻ തന്റെ ദാസൻ പറഞ്ഞു 3 ഭാഷയില് ഇന്നത് ചുമക്കുവാൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഈ വിധത്തിൽ ദൈവ മക്കൾക്ക് വിരുദ്ധമായി ആമേൻ അതെ ജീവിക്കുന്ന പല മനുഷ്യരാണ്, പലർക്കും പല സ്വഭാവങ്ങളാണ്. എന്നാൽ കർത്താവിന്റെ സ്വഭാവം ഏറ്റുവാങ്ങുവാനാ കർത്താവ് വചനം നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ ഞാൻ നിങ്ങൾക്കൊരു മാതൃക വെച്ചു പോകുന്നു. കർത്താവ് നൽകിയ മാതൃകയിൽ നമ്മൾ ജീവിക്കുവാൻ തുടങ്ങിയാൽ ആരും ഇതിനെ എതിർക്കത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്കും ഒരു കാര്യം പറയുവാനുള്ളത്, നമ്മൾ പ്രസംഗിക്കുന്ന വചനത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്തദാസനായിട്ട് സ്തോത്രം ചെയ്ത് കർത്താവിന്റെ ദാസനെ ഹല്ലേലൂയ ഇന്ന് ഞങ്ങളോടൊത്ത് കടന്നു വന്ന് ഇത്ര അനുഗ്രഹീതമായ നിലയിൽ ആമേൻ തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്തു. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ കർത്താവെ, അങ്ങയുടെ അഭിഷിക്തനെ ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ. പിന്നെയും കർത്താവെ, അങ്ങയുടെ വാഗ്ദത്തം തന്നിലൂടെ നിവർത്തിക്കണമേ. വിവിധ അനുഭവങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ഇന്നും എന്റെ അപ്പനെ സാക്ഷിക്കുവാൻ ദൈവം ഒരുക്കിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. അനേകായിരങ്ങൾക്ക് ഇനി ഒരു ആശ്വാസവും തണലുമായി മാറുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അനേക കൺവെൻഷൻ സ്റ്റേജുകളിൽ, അനേക ശുശ്രൂഷ മണ്ഡലങ്ങളിൽ കർത്താവെ വിവിധ തരമാകുന്ന കൃപാവരങ്ങളോടുകൂടി അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ അഭിഷിക്തനെ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി മാനിച്ചാട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ അഭിഷിക്തനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. മറാനാഥ.